അധിനിവേശം എന്നുള്ള വാക്ക് നിങ്ങൾക്ക് നല്ല പരിചയം ഉണ്ടാവും. പലതരത്തിലുള്ള അധിനിവേശങ്ങൾ ഉണ്ടാവാറുണ്ട്. രാഷ്ട്രീയമായിട്ടുള്ള അധിനിവേശം ഉണ്ടാവാറുണ്ട്. ഏകദേശം ഒരു 200 വർഷക്കാലം നമ്മുടെ രാജ്യം ഭരിച്ചിരുന്നത് മറ്റൊരു രാജ്യത്തുള്ള മനുഷ്യരായിരുന്നു. 200 വർഷത്തോളം പഠിച്ചിട്ടില്ലേ അങ്ങനെ സ്വാതന്ത്ര്യ സമരം എന്നൊക്കെ? സ്വാതന്ത്ര്യം എന്നുള്ളത് വളരെ രസകരമായിട്ടുള്ളൊരു സങ്കല്പം. പണ്ട് ആഫ്രിക്കയിൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തുടക്കകാലത്ത് ഒരു ഗ്രാമത്തിൽ പോയിട്ട് ആ ഗ്രാമത്തിലുള്ള ആളുകളെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പോൾ അവിടെ ഉള്ളവരോട് പറഞ്ഞു, ഇത് ബ്രിട്ടീഷുകാരാണ് ഇവിടെ ഭരിക്കുന്നത്, അവരെ ഇവിടുന്ന് തിരുത്തി ഓടിക്കേണ്ട ആവശ്യമുണ്ട്, നമ്മൾ സമരം ചെയ്യണം, സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്യണം. അപ്പോൾ അവർ ചോദിക്കുന്നത്, എന്താ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന് എത്ര കാലം ഉണ്ടാവും, അതിന് കൊമ്പുണ്ടോ എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. കാരണം അവരെ സംബന്ധിച്ച് അവർ സമരം ചെയ്ത് മുഴുവൻ അവരുടെ കന്നുകാലികളെ അടുത്ത ഗ്രാമക്കാർ പിടിച്ചുകൊണ്ട് പോയി അത് തിരിച്ചു പിടിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് വഴക്കൊക്കെ ഉണ്ടാവുക. അപ്പോൾ സമരം ചെയ്യേണ്ടതൊക്കെ പ്രശ്നം, വഴക്കുണ്ടാക്കേണ്ട പ്രശ്നം, യുദ്ധം ചെയ്യേണ്ട ആവശ്യമൊക്കെ ഉണ്ടാവുന്നത് കന്നുകാലികൾ മോഷ്ടിക്കപ്പെടുന്ന സമയത്താണ്. ഇപ്പോൾ ആ മനുഷ്യന് വേണ്ടി വന്നതെന്ന് വെച്ചാൽ ഇവരോട് എന്താണ് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കൊടുക്കണം, അതിനുവേണ്ടി സമരം ചെയ്യാനായിട്ട് അവരെ ആഹ്വാനം ചെയ്യണം. എന്താ സ്വാതന്ത്ര്യം ഒരു പിടിയിൽ. അപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യം ചിലപ്പോൾ മറ്റ് അധിനിവേശ ശക്തികളെ ഏറ്റെടുക്കാം. മറ്റൊരു തരത്തിലുള്ള അധിനിവേശമുണ്ട്, സാംസ്കാരിക അധിനിവേശമുണ്ട്. നിങ്ങളിവിടെ എത്ര പേര് BTS പാട്ട് കേട്ടിട്ടുണ്ട്? BTS? യെസ്, ഒന്നൊന്നല്ല, ഒത്തിരി പേരുണ്ടാവും റൂമിൽ അല്ലേ ശരിക്കും. പക്ഷേ നിങ്ങളുടെ പാരൻസിനെ അറിയുമോ BTS? ഇല്ല. നിങ്ങളെ സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചേഴ്സിനെ അറിയുമോ BTS? ഇല്ല. ഈ BTS ഒരു പാട്ട് പോലും കേൾക്കാത്ത ടീച്ചർമാരെ പഠിപ്പിച്ചാൽ എങ്ങനെ ഉണ്ടാവുക അല്ലേ എന്നൊക്കെ നമുക്ക് തോന്നില്ലേ? നമ്മൾ വേറൊരു ജനറേഷൻ. സത്യത്തിൽ BTS ആരെങ്കിലും കേരളത്തിൽ ഇപ്പോൾ വരികയാണെങ്കിൽ അവർ പണ്ടത്തെ കഥ പോലെ വൈറ്റ് പേപ്പർ പോലെ ഒരു പാട്ട് പാടി റോട്ടിൽ കൂടെ പോയിട്ട് കേരളത്തിലെ കുട്ടികൾ മുഴുവൻ അവരുടെ പുറകെ ചിലപ്പോൾ പോയി എന്ന് വരും. വിശാഖപട്ടണത്തൊരു കുട്ടി പോയി, ബോട്ടിൽ കയറിയിട്ട് BTS കാണാനായിട്ട് പോയിട്ട് പിന്നെ പിടിച്ചോണ്ട് വരിക ചെയ്ത്. ഒരു തലമുറയെ, ഒരു സമൂഹത്തിലെ ചെറിയ തലമുറയെ മുഴുവൻ ആവേശിച്ച് കഴിഞ്ഞു BTS ഗംഭീരമായിട്ട്. അത് ഇവിടെ നമ്മളെ രാഷ്ട്രീയക്കാർക്കോ നമ്മളെ മന്ത്രിമാർക്കോ ഒന്നും ഒരു പിടിയില്ല. പക്ഷേ കുട്ടികളെ കംപ്ലീറ്റ് അവർ ക്യാൻവാസ് ചെയ്ത് കഴിഞ്ഞു. അവർ പറയുന്നതിനേക്കാളും ഗംഭീരമായിട്ട് BTS പറയുന്നത് കേൾക്കാം. അങ്ങനെ പലതരത്തിലുള്ള അധിനിവേശങ്ങളുണ്ട്. ഞാൻ സംസാരിക്കാൻ പോകുന്ന ജൈവ അധിനിവേശങ്ങളെക്കുറിച്ച്, ജീവജാലങ്ങൾ അധിനിവേശം നടത്തുന്നതിനെ കുറിച്ചിട്ടാണ്. സസ്യങ്ങളെക്കുറിച്ച് സംസാരിക്കും എന്നാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും സംസാരിക്കാം. പക്ഷേ കേരളത്തെക്കുറിച്ച് നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യം നല്ല പച്ചപ്പുള്ള സംസ്ഥാനമാണെന്നാണ്, ഗ്രീനാണ് മൊത്തത്തിൽ. ഇതേപോലെ ഒരു ഗ്രീനറി നമ്മൾ പിന്നെ കാണണമെങ്കിൽ ഇന്ത്യയിൽ നോർത്ത് ഈസ്റ്റ് പോയാൽ മാത്രമേ കാണുള്ളൂ. കേരളത്തിൽ നിന്ന് വടക്കോട്ട് ട്രെയിനിൽ യാത്ര ചെയ്തവർക്ക് അറിയാം, കേരളത്തിൽ പാലക്കാട് ചുരം കഴിഞ്ഞ് ട്രെയിൻ അപ്പുറത്തേക്ക് കയറി കഴിഞ്ഞാൽ ലാൻഡ്സ്കേപ്പിൻ്റെ കളറ് മാറും. പിന്നെ ഒരു ബ്രൗൺ ഗ്രേ കളറൊക്കെ ഉണ്ടാവുക. ഗ്രീൻ എന്ന് പറഞ്ഞ സാധനം പിന്നെ കാണാനേ ഇല്ല. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ ഈ കേരളത്തിൽ നമ്മൾ കാണുന്ന പച്ചപ്പിൽ വലിയൊരു ശതമാനം നമ്മുടെ സസ്യങ്ങളേ അല്ല, അത് പുറത്തുനിന്ന് വന്ന സസ്യങ്ങളാണ്. അപ്പോൾ കുറേ ജീവജാലങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഏറ്റവും അവസാനം വന്നതെന്ന് തുടങ്ങാമെന്ന് വിചാരിക്കും. ഏറ്റവും ലാസ്റ്റ് വന്നത് ആളെന്ന് നമുക്ക് പുറകോട്ട് പോകായിരിക്കും എളുപ്പം. എബിൻ ഒന്ന് പ്രസ് ചെയ്യോ? യെസ്. ഈ ജീവിയെ കണ്ടിട്ടുണ്ടോ? എന്താ എൻ്റെ പേര്? ബെസ്റ്റ്. ആമയാന്നിപ്പോൾ എല്ലാവർക്കും അറിയാം. ഏതാമ? പലതരം ആമകളുണ്ടല്ലോ ഇല്ലേ? ഇത് അവിടെ ഒരു പോസ്റ്റർ ഉണ്ട്, ആമകൾ പല ഇനം. കണ്ടോ നടുക്കുള്ള പോസ്റ്റർ? ആമകൾ പല ഇനം ആമകളുണ്ട്. ഈ ആമയുടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ റെഡ് ഇയേർഡ് സ്ലൈഡർ ടേർട്ടിൽ എന്നാണ് അതിൻ്റെ പേര്. ട്രാക്കിമിസ് സ്ക്രിപ്റ്റ എലിഗൻസ് എന്നാണ് അതിൻ്റെ ശാസ്ത്രനാമം. ഈ ആമയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൻ്റെ സ്വന്തം നാട് മെക്സിക്കോ ആണ്. പക്ഷേ ഇത് ലോകത്ത് പല സ്ഥലത്തേക്ക് എത്തിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ വളർത്താൻ വേണ്ടിയിട്ട്, പെറ്റായിട്ട് വളർത്താൻ വേണ്ടിയിട്ട് ആണ് കൊണ്ടുപോകുക. പെറ്റ് ഷോപ്പിൽ നമുക്ക് വാങ്ങാൻ കിട്ടും. വാങ്ങുന്ന സമയത്ത് അതിൻ്റെ വലുപ്പം വളരെ ചെറുതായിരിക്കും. ഒരു തീപ്പെട്ടിക്കൂടിൻ്റെ ഉള്ളിലിടാവുന്ന അത്ര വലുപ്പത്തിലുള്ള സമയത്താണ് ഇത് വാങ്ങുക. വീട്ടിലെത്തി വളർത്താൻ തുടങ്ങുമ്പോൾ ഇത് നന്നായി വലുതാവും. ഇതിൻ്റെ കുഴപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് 2 ബാക്ടീരിയ ഉണ്ട്. ഒന്ന് സാൽമണല്ല ബാക്ടീരിയ ഉണ്ട്, പിന്നെ ഷിഗല്ല എന്ന് പറയുന്ന ബാക്ടീരിയ ഉണ്ട്. ഇത് രണ്ടും മനുഷ്യർക്ക് അസുഖം ഉണ്ടാക്കാവുന്ന ബാക്ടീരിയയാണ്.
കഴിഞ്ഞ വർഷം കേരളത്തിലെ 8 കുട്ടികൾ ഷിഗല്ല ബാക്ടീരിയയുടെ ഇൻഫെക്ഷൻ കാരണം മരണപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത് ഇവിടുന്ന് ഇതിൽ വന്നാണോ എന്ന് നമുക്ക് ഉറപ്പില്ല, നമുക്കത് കോറിലേഷൻ നടത്താനായിട്ട് പറ്റിയിട്ടില്ല. അതിനേക്കാൾ പ്രധാന പ്രശ്നം, ഇത് ധാരാളം വസ്തുക്കൾ ഒമ്നിവോർ എന്ന് പറയും, അത് സസ്യങ്ങളെ തിന്നും, മറ്റു ജീവികളെ തിന്നും, ഇനി വേറെ ഒന്നിനും കിട്ടിയിട്ടില്ലെങ്കിൽ ഇതേപോലെയുള്ള മറ്റു ആമയും തിന്നും. ഇത് വളരെ പോപ്പുലർ ആവാൻ കാരണം ഒരു കാർട്ടൂൺ സീരീസാണ്. നിഞ്ച ടേർട്ടിൽ എന്ന് പറഞ്ഞിട്ട് ഒരു അനിമേഷൻ കാർട്ടൂൺ സീരീസ് ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് ഭയങ്കര ക്രേസായിട്ട് മാറി, ലോകം മുഴുവൻ ഭയങ്കര ക്രേസായി. അതിന് ശേഷമാണ് ഇതിൻ്റെ വ്യാപനം വലിയ തോതിൽ വർദ്ധിക്കുന്നത്. കുറച്ച് വർഷം മുന്നേ, ഒരു 4 വർഷം മുന്നേ ഒക്കെ ഇതിന് നല്ല വിലയായിരുന്നു. ഒരു ചെറിയ ആമയെ വാങ്ങണമെങ്കിൽ 1500 മുതൽ 2000 രൂപ വരെ കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ വില കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 500 രൂപയ്ക്കൊക്കെ കിട്ടും. ഉണ്ടായ വ്യത്യാസം എന്താ വെച്ചാൽ, അന്ന് സിംഗപ്പൂരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യുക ചെയ്തിരുന്നത്. ഇപ്പോൾ ചെന്നൈയുടെ ചുറ്റുമുള്ള പല ഗ്രാമങ്ങളിലും അതിനെ ബ്രീഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വില നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് വീട്ടിൽ വളർത്തുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നം എന്താ വെച്ചാൽ, കുട്ടികളാണ് അതിനെ കൊണ്ടുവരിക, കുട്ടികൾ വാശി പിടിച്ച് കരുതിയിട്ടാണ് ഇതിനെ വാങ്ങുക, വീട്ടിൽ കൊണ്ടുവന്ന് അക്വേറിയത്തിലിട്ട് വളർത്തും. ഭയങ്കര ലവബിൾ ആയിട്ടുള്ളൊരു ആനിമലാണ്. രാവിലെ എഴുന്നേറ്റിട്ട് അതിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നമ്മളെ കാണുന്ന സമയത്ത് അതിൻ്റെ കയ്യും കാലൊക്കെ ഇട്ട് അടിച്ചിട്ട് നമ്മളെ റെക്കഗ്നൈസ് ചെയ്ത് ഓടി വരും. ഭയങ്കര ലവബിളാണ്. പക്ഷേ പ്രശ്നം വെച്ചാൽ കുട്ടികൾ വലുതാവും, ആമയും വലുതാവും. കുട്ടികൾ വലുതായി കഴിഞ്ഞാൽ വീട് വിട്ട് പഠിക്കാനായിട്ട് പോകും. കേരളത്തിൽ മിക്കവാറും വീടുകളിലൊക്കെ പ്രായമായിട്ടുള്ള അച്ഛനും അമ്മയും പിന്നെ ഈ ആമയാണ് ഉണ്ടാവുക. ഇതിനെ കൊണ്ടുനടക്കാൻ ബുദ്ധിമുട്ടാകുമ്പോൾ ഇതിനെടുത്ത് പുറത്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നം ഉണ്ടാവുക. കാരണം ഇത് നമ്മുടെ നാട്ടിലില്ലാത്ത ജീവിയാണ്, ഇതിനെ തിന്നുന്ന ആരും ഇവിടെ ഇല്ല. അതുകൊണ്ട് ഇവർ അവിടെയുള്ളവരെ മുഴുവൻ തിന്നാൻ തുടങ്ങും. അവിടെയുള്ള തോട്ടിലുള്ള തവള മുതൽ ആംഫിബിയൻസിനെ ഫീഡ് ചെയ്യും, റെപ്റ്റൈൽസിനെ ഫീഡ് ചെയ്യും, മറ്റ് ആമകളെ ഫീഡ് ചെയ്യും, ചെടികൾ ഫീഡ് ചെയ്യും. ഓസ്ട്രേലിയ ഏകദേശം $40 മില്യൺ ചിലവാക്കിയത് അവരുടെ ശുദ്ധജല സ്രോതസ്സുകളിൽ നിന്ന് ഈ ആമയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അത്രമാത്രം പണം മുടക്കി അവരതിനെ ഒഴിവാക്കുക ചെയ്തത്. അപ്പോൾ ഇത് കേരളത്തിൽ ഇത് വന്നു എന്ന് അറിഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞു, അത് സംഭവിച്ചതെന്ന് വെച്ചാൽ തൃശ്ശൂരടുത്ത് ഒരു ചെറിയ തോട്ടിൽ ഒരു ചെറിയ കുട്ടി ചൂണ്ടിടാൻ പോയതാണ് മീൻ പിടിക്കാനായിട്ട്. ആ പുള്ളി ചൂണ്ടയിൽ കുരുങ്ങിയത് ആമയാണ്. ആമയെ കിട്ടി കഴിഞ്ഞപ്പോൾ പുള്ളി അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിലിട്ടു. ഫേസ്ബുക്കിൽ ഫോട്ടോ കണ്ടപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് അപകടമാണ്. ഇത് തോട്ടിലെത്താൻ തുടങ്ങിയതോടുകൂടി നമ്മൾ ഒരു ക്യാമ്പയിൻ നടത്തി. എല്ലാവരോടും പറഞ്ഞു ഒരു കാരണവശാലും ഇതിനെ റിലീസ് ചെയ്യരുത് പുറത്ത്. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉടനെ ആളുകളുടെ കോളുകൾ ധാരാളമായിട്ട് വരാൻ തുടങ്ങി. ആളുകൾക്ക് പേടിയായി. അവർ ചോദിച്ചു ഞങ്ങളിത് കളയലിലേക്ക് പിന്നെന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് നിർബന്ധിതരായി, എന്താ പറയുക നമുക്ക് തന്നാൽ മതി, നമ്മൾ വെച്ചോളാം എന്ന് പറഞ്ഞു. ഇപ്പോൾ എൻ്റെ ലാബിൽ ഏകദേശം 260 ആമകളുണ്ട് കേരളത്തിൻ്റെ പല ഭാഗത്തുനിന്നായിട്ട് വന്ന്. ഇതിനെ നമുക്ക് കൊന്നുകളയുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം ഓരോ വീടുകളിൽ പോയിട്ട് നമ്മൾ ഈ ആമയെ ശേഖരിക്കുന്ന സമയത്ത് അച്ഛനമ്മയും കൂടിയിട്ട് ആമയെ നമുക്ക് തരണം, നമ്മളതിന് വാങ്ങുന്നു, ഒരു ഫോം ഫില്ല് ചെയ്യേണ്ട. ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് ഇവരുടെ പുറകിൽ നിന്നിട്ട് ചെറിയ കുരുന്നുകൾ നിന്ന് കരയുന്നുണ്ടാവും ആമ പോകുന്നതിൻ്റെ സങ്കടത്തിൽ. അത് ചെറിയ കുട്ടികൾ മാത്രമല്ല. ഒരിക്കൽ നമ്മുടെ ഓഫീസിൽ ഒരു ആൾ വന്നു, പുള്ളിയുടെ 2 മക്കൾ, ആ മുതിർന്ന ആൺകുട്ടികളാണ്, ഏകദേശം 24-25 വയസ്സായി. അവർ 3 പേര് കൂടി ആമയെ നമുക്ക് തരാൻ വേണ്ടി വന്നിട്ട് അവിടെ നിന്നിട്ട് ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് പോലും ഈ കുട്ടികൾ അച്ഛനോട് ചോദിക്കുക, അല്ല അച്ഛൻ എന്നാലും കൊടുക്കണോ? അപ്പോഴും അവർക്ക് സംശയം, കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ട്. അടുത്ത ലെവലിൽ പോയിട്ട് ഒരാൾ പറഞ്ഞു, ഒരാൾ എന്നെ ഫോൺ ചെയ്തു, അത് ഞാൻ പണ്ട് നമുക്കൊരു ആമയെ തന്നിരുന്നു, എനിക്ക് അതിനൊന്ന് കാണണം, ഞാൻ അങ്ങോട്ട് വരേണ്ടത്. നമ്മളാകെ പെട്ടു. ഇതെല്ലാം കൂടി ഒരു ടാങ്കിലാണ്. അത് ആണുങ്ങളൊരു ടാങ്കിലും പെണ്ണുങ്ങൾ വേറെ ടാങ്കിലുമാണ്. കാരണം റീപ്രൊഡക്ഷൻ നടന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. അതുകൊണ്ട് ഇത് 2 സെപ്പറേറ്റ് ആയിട്ട് വെച്ചിരിക്കുക. അത് കൂടാതെ നമുക്ക് 2 ക്യാമ്പസ് വേറെ ഉണ്ട്. നിലമ്പൂർ ഒരു ക്യാമ്പസ് ഉണ്ട്, പാലപ്പള്ളി എന്ന് പറഞ്ഞൊരു ക്യാമ്പസ് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ആയിട്ടാണ് ഈ 260ഓളം ആമകളെ സൂക്ഷിച്ചിട്ടുള്ളത്. അപ്പോൾ ഇദ്ദേഹത്തിന് പുള്ളി തന്ന ആമയെ കാണണത്രേ. എന്തോ ഭാഗ്യത്തിന് പുള്ളി ആ റൂമിനകത്തേക്ക് കയറുന്ന സമയത്ത് ഒരാമ കുളത്തിൽ കയറി പുള്ളിയുടെ അടുത്തേക്ക് ചെന്നു. പുള്ളിക്ക് സന്തോഷമായി. ബ്ലിസ് എന്നൊക്കെ പറയുന്ന അവസ്ഥയല്ല. പുള്ളി എൻ്റെ സാർ എൻ്റെ ആമേനെ തിരിച്ചറിഞ്ഞു സാർ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമായിട്ട് പുള്ളി വരികയൊക്കെ ചെയ്തു. സോ ഇതാണ് പെറ്റ് റീഡിൻ്റെ ഒരു കുഴപ്പം. നമ്മളൊരു സന്തോഷത്തിൻ്റെ സ്ഥാനത്ത് വാങ്ങിച്ചിട്ട് വരും, പക്ഷേ അത് പ്രകൃതിയിൽ അത് വലിയ പ്രശ്നമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അടുത്ത അബി യെസ്, ഇത് വെള്ളത്തിൽ സംഭവിക്കുന്ന അധിനിവേശത്തിനെ സൂചിപ്പിക്കുന്ന ഒരു അന്താരാഷ്ട്ര ചിത്രമാണ്. ഞാനെടുത്ത ചിത്രമല്ല. കേരളത്തിലും നമുക്ക് വേണമെങ്കിൽ ഇതേപോലുള്ള ഫോട്ടോ എടുക്കാവുന്നതാണ്. നമ്മുടെ കേരളത്തിൽ ജലത്തിൽ വന്നിട്ടുള്ള അധിനിവേശ സസ്യങ്ങളുണ്ട്, നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. കുളവാഴ വന്നിട്ടുണ്ട്, ആഫ്രിക്കൻ പായൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് കബമ്പ എന്ന് പറയുന്നൊരു പുതിയ ചെടി വന്നിട്ടുണ്ട്.
ഇതിൽ വന്നവർക്കൊക്കെ സംഭവിച്ചൊരു കാര്യം 2018 ഇപ്പോഴും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. എന്തായിരുന്നു 2018 പ്രത്യേകത? പ്രളയം. ഗംഭീര പ്രളയം വന്ന സമയമാണ്. ഈ പ്രളയം വന്നപ്പോൾ എന്തായി അറിയോ? നമുക്കുണ്ടായ പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം. അത് കൂടാതെ സംഭവിച്ചൊരു കാര്യം എന്താ വെച്ചാൽ കേരളത്തിലെ എല്ലാ നദികളും തമ്മിൽ ബന്ധിപ്പിക്കപ്പെട്ടു. അതുവരെ സെപ്പറേറ്റ് ആയിട്ട് ഒഴുകിയിരുന്ന നദികളിലെ വെള്ളം എല്ലാം തമ്മിൽ ഒരുമിച്ച് ചേർന്നു. ഈ ഒരുമിച്ച് ചേർന്ന സമയത്ത് ഒരു നദിയിലുള്ള അധിനിവേശ സസ്യങ്ങൾ മറ്റേലേക്ക് എത്തി, അവിടെയുള്ളത് ഇങ്ങോട്ടും വന്നു. അതോടൊപ്പം തന്നെ അക്വേറിയങ്ങളിൽ സൂക്ഷിച്ചിരുന്ന പല ജീവികളും പുറത്ത് ചാടി. 18-19 പ്രളയം കഴിഞ്ഞതിന് ശേഷം കേരളത്തിൽ അധിനിവേശ സസ്യങ്ങളുടെ അധിനിവേശ ജീവജാലങ്ങളുടെ എണ്ണം ഭയങ്കരമായിട്ട് വർദ്ധിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അടുത്ത ഇതാണ് അതിൻ്റെ വ്യത്യസ്ത ദശകൾ. ഒരു സ്ഥലത്തു നിന്ന് ഒരു രാജ്യത്തു നിന്ന് ഉള്ള എല്ലാ ജീവജാലങ്ങളിൽ നിന്നും ചില ജീവജാലങ്ങൾ അവിടുത്തെ യാത്ര പുറപ്പെടുകയാണ് പുതിയൊരു സ്ഥലത്തേക്ക്. ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നൊരു ഫേസ് ഉണ്ട്. അത് യാത്ര ചെയ്തൊരു പുതിയ സ്ഥലത്ത് എത്തുന്നു. എത്തിക്കഴിഞ്ഞാൽ അവരവിടെ ഇൻട്രൊഡ്യൂസ്ഡ് ആവണം, അവർ എസ്റ്റാബ്ലിഷ് ചെയ്യണം. അതിനുശേഷം അവരവിടെ പ്രജനനം നടത്തി പുതിയ സ്ഥലത്തേക്ക് വ്യാപിക്കാൻ തുടങ്ങണം. ഇങ്ങനെ പല വ്യത്യസ്ത ദശകളുണ്ട്. ഇൻവേസീവ് ഇക്കോളജിസ്റ്റുകൾ, ഇൻവേഷനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രജ്ഞർ പറയുന്ന ഒരു നിയമമുണ്ട്. ആ നിയമത്തിൻ്റെ പേര് 10% റൂൾ എന്നാണ്. 10% റൂൾ. 10% റൂൾ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രദേശത്തുള്ള മൊത്തം ജീവജാലങ്ങളിൽ 10% മാത്രമേ അവിടെ നിന്ന് യാത്ര തുടങ്ങുള്ളൂ. അങ്ങനെ യാത്ര തുടങ്ങുന്ന ജീവജാലങ്ങളിൽ 10% മാത്രമേ പുതിയ സ്ഥലത്ത് എത്തുള്ളൂ. അങ്ങനെ പുതിയ സ്ഥലത്ത് എത്തുന്ന ജീവജാലങ്ങളിൽ 10% മാത്രമേ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുള്ളൂ. അങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്ത ജീവജാലങ്ങളിൽ 10% മാത്രമേ അധിനിവേശ സ്വഭാവം കാണിക്കുകയുള്ളൂ. ഇതാണ് 10% റൂൾ പറയുന്നത്. പക്ഷേ ഈ 10% റൂള് രൂപീകരിക്കപ്പെട്ടത് ഗ്ലോബലൈസേഷന് മുന്നെയാണ്. ആഗോളവൽക്കരണം എന്നൊരു പരിപാടി കേട്ടില്ലേ? ആഗോളവൽക്കരണത്തിന് മുന്നേയും ശേഷം തമ്മിലുണ്ടായ പ്രധാന വ്യത്യാസം എന്താണ്? ആഗോളവൽക്കരണത്തിന് മുന്നേ ഗൾഫിൽ പോകുന്നൊക്കെ പറയുന്ന വലിയ സംഭവമായിരുന്നു. ഫോറിൻ സാധനങ്ങളോട് നമുക്ക് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. കാരണം അവർക്ക് മാത്രമേ ഫോറിൻ സാധനങ്ങൾ കിട്ടുള്ളൂ. അവർ വരുമ്പോഴാണ് ഇതൊക്കെ കൊണ്ടുവരിക. ആ കാലം കഴിഞ്ഞു. ഇന്നിപ്പോൾ നമുക്ക് ലോകത്തുള്ള ഏത് സാധനവും വാങ്ങാം അല്ലേ? എന്ത് വേണമെങ്കിലും നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും വാങ്ങാം. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര തലത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന മെറ്റീരിയൽസിൻ്റെ അളവ് ഭയങ്കരമായിട്ട് കൂടി. യാത്ര ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടി. അതോടൊപ്പം തന്നെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റ് ചരക്കുകളുടെ അളവും ഭയങ്കരമായിട്ട് കൂടി. അതുകൂടി തന്നെ അധിനിവേശ സസ്യങ്ങളുടെ വ്യാപനവും വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. നിങ്ങൾ വലിയ കണ്ടെയ്നർ കണ്ടിട്ടുണ്ടാവും. കപ്പലിലൊക്കെ കൊണ്ടുവന്ന് നമ്മൾ റോഡിലൂടെ ലോറിയിൽ ഒരു കണ്ടെയ്നർ മാത്രമായിട്ടൊക്കെ പോകുന്ന കണ്ടിട്ടില്ലേ? കപ്പലിൽ എറണാകുളത്ത് ക്വാറന്റൈൻ ഓഫീസിൽ പോയി കഴിഞ്ഞിട്ട് അവിടെ നോക്കിയാലും അറിയാം, ഈ കണ്ടെയ്നറിൽ തന്നെ ജീവിക്കുന്ന ജീവിജാലങ്ങളുണ്ട്. അവരിങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ രാജ്യങ്ങളൊക്കെ ഇങ്ങനെ കറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്. എലികളൊക്കെ കണ്ടെയ്നറിൽ തന്നെ ജീവിതം, പുറത്തിറങ്ങണ പ്രശ്നമില്ല. ഒരു രാജ്യം കഴിഞ്ഞു അടുത്ത രാജ്യത്തിൽ അങ്ങനെ പോകുന്ന ജീവജാലങ്ങളുണ്ട്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്തിട്ട്. പിന്നെ അടുത്ത് ഈ ചെടി നിങ്ങൾക്ക് നല്ല പരിചയം ഉണ്ടാവും. എന്തായാലും പറയാം, കൊങ്ങണിപ്പൂ എന്ന് വിളിക്കും. കൊങ്ങണിപ്പൂ എന്ന് വിളിക്കാറുണ്ട്, അരിപ്പൂ എന്ന് വിളിക്കാറുണ്ട്. നമ്മൾ ഈ അടുത്ത് തൃശ്ശൂർ ഒരു ട്രൈബൽ കോളനിയിൽ പോയപ്പോൾ അവർ അതിനേക്കാൾ ഗംഭീരമായിട്ടുള്ള പേരായിട്ടിട്ടില്ലേ, അവരായിട്ടുള്ള പേര് സുന്ദരിച്ചെടി എന്നാണ്. സുന്ദരിച്ചെടി എന്നാണ് അവരിതിനെ വിളിക്കുക. ഈ കൃഷി വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് തെക്കേ അമേരിക്കയിലുള്ള ചെടിയാണ്. തെക്കേ അമേരിക്കയിൽ നിന്ന് ഇത് ആദ്യം കൊണ്ടുപോയത് ബ്രിട്ടനിലെ ക്യൂ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ്. അവിടെ നട്ടു. അതിനുശേഷം ക്യൂ ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്ന് കൽക്കട്ട ബൊട്ടാണിക്കൽ ഗാർഡനിൽ കൊണ്ടുവന്നു. അവിടുന്ന് പിന്നെ ബാംഗ്ലൂർ ബൊട്ടാണിക്കൽ ഗാർഡനിൽ കൊണ്ടുവന്നു. അവിടുന്ന് സിലോണിലുള്ള ഇപ്പോഴത്തെ ശ്രീലങ്ക അവിടുത്തെ ബൊട്ടാണിക്കൽ ഗാർഡനിൽ കൊണ്ടുപോയി. പക്ഷേ എവിടെയൊക്കെ നട്ടപ്പോഴും അവിടെ ഇത് വളർന്നു വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ പഴം പക്ഷികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പഴം നിങ്ങൾ കണ്ടിട്ടില്ലേ? ആദ്യം പച്ചയായും പിന്നെ കറുപ്പായും ഒക്കെ മാറുന്നു. അത് പക്ഷികൾക്ക് ഭയങ്കര ഇഷ്ടം. അവരത് കഴിക്കും, അവർ പറന്നു പോകും. പിന്നെ അവർ കാഷ്ടിക്കുന്ന വേറെ എവിടെയെങ്കിലും ആയിരിക്കും. അവിടെ വിത്ത് വീഴും, അവിടെ മുളയ്ക്കാൻ തുടങ്ങും. അപ്പോൾ ഈ ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്ന് ഈ സാധനം പല സ്ഥലത്തേക്ക് എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങി. കേരളത്തെ സംബന്ധിച്ച് നമ്മുടെ കാടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധിനിവേശ സസ്യമായിട്ട് ഇത് മാറിയിട്ടുണ്ട്. ഹെക്ടർ കണക്കിന് സ്ഥലത്ത് ഇത് മാത്രം ലൻഡാന മാത്രമായിട്ട് നിൽക്കുന്നുണ്ട്. അവിടെയുള്ള ഇവരത് ചെയ്യുന്ന പ്രധാനപ്പെട്ട ജോലി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തദ്ദേശീയമായ സസ്യങ്ങളെ കംപ്ലീറ്റ് അവിടുന്ന് മാറ്റിക്കളയും. അവരൊന്നും ഉണ്ടാവില്ല. ഒരൊറ്റ സ്പീഷീസ് മാത്രം നിൽക്കുന്ന ലാൻഡ്സ്കേപ്പായിട്ട് മാറും. നമ്മുടെ ജൈവ വൈവിധ്യം ഭയങ്കരമായിട്ട് നഷ്ടപ്പെട്ട് പോകും. അടുത്ത ഇതാണ് ലോകത്ത് മൊത്തത്തിലെടുത്താൽ ഏകദേശം 10,365 അധിനിവേശ സസ്യങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇൻവേസീവ് എലിയൻ സ്പീഷീസ് എന്നാണ് നമ്മളതിനെ വിളിക്കുക. എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്.
അതിൽ 1061 കൃത്യമായും അവിടെ ആഘാതം ഉണ്ടാക്കിയിട്ടുണ്ട്. ആഘാതം എന്ന് പറഞ്ഞാൽ 3 തരത്തിലുള്ള ആഘാതമാണ്. ഒന്ന് പാരിസ്ഥിതികമായിട്ടുള്ള ആഘാതം, രണ്ടാമത് സാമ്പത്തികമായിട്ടുള്ള ആഘാതം, മൂന്നാമത് മനുഷ്യൻ്റെ ആരോഗ്യത്തിന് മേലെയുള്ള ആഘാതം. ഇങ്ങനെയുള്ള 3 ആഘാതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആദ്യത്തേത് സസ്യങ്ങളെക്കുറിച്ചിട്ടാണ്, മറ്റേത് ഇൻവെർട്ടിബ്രേറ്റ്സ് ആണ്, മൂന്നാമത്തത് കശേരു ജീവികളാണ്, വെർട്ടിബ്രേറ്റ്സ് ആണ്, മൈക്രോബ്സ് ആണ് അടുത്തത്, സൂക്ഷ്മജീവികൾ. ഒരു ചോദിച്ചോട്ടെ, നമ്മുടെ കോവിഡ് വൈറസിന് ഓർമ്മയില്ലേ? കക്ഷി ഒരു അധിനിവേശ സ്പീഷീസ് ആണോ? ആയിരുന്നോ? കോവിഡ് ഒരു അധിനിവേശ ജീവജാലം ഉണ്ടാക്കിയ പ്രശ്നമാണോ? അതെ അതെ. അപ്പോൾ അധിനിവേശമാണ്. ഒന്ന് ആലോചിച്ച് നോക്കും, ഒരു സ്ഥലത്തൊരു ജീവജാലം ഉണ്ടാവുന്നു, അത് പെട്ടെന്ന് ഒരു സ്ഥലത്തേക്ക് എത്തുന്നു, മൊത്തം സാധനത്തെ ഫ്രീസ് ചെയ്യുന്നു. അധിനിവേശ ജീവിതം നമുക്ക് അത്ര പവർഫുള്ളായിട്ട് നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഭൂമിയിലുള്ള പറന്നു നടക്കുന്ന വിമാനങ്ങളെല്ലാം ഒരുമിച്ച് താഴെ വരും എന്ന് ഒരിക്കലും വിചാരിച്ചതല്ല. നമ്മുടെ റോഡുകളിലെ കാറുകളെല്ലാം ഓട്ടം നിർത്തും നമ്മൾ ഒരിക്കലും വിചാരിച്ചതല്ല. പക്ഷേ ഈ ചെറിയ വൈറസിന്, നമുക്ക് കണ്ടുകൊണ്ട് കാണാൻ പോലും പറ്റാത്ത വൈറസിന് പറ്റിയത് കംപ്ലീറ്റ് ഫ്രീസ് ചെയ്യുന്നു. ഒരാൾ പോലും അനങ്ങാതെ ലോക്ക്ഡൗണിൽ നമ്മൾ ഇരുത്താനായിട്ട് ഒരു അധിനിവേശ ജീവജാലത്തിന് സാധ്യമായി. അടുത്ത് ഈ ചെടി അറിയോ? മൈക്കേനിയ മിക്രാന്ത എന്നാണ് എൻ്റെ പേര്. മലയാളത്തിലിട്ട പേര് ധൃതരാഷ്ട്ര പച്ച എന്നാണ്. അങ്ങനെ വിളിക്കാൻ കാരണം എന്താ വെച്ചാൽ മരത്തിൻ്റെ മുകളിൽ കംപ്ലീറ്റ് ആയിട്ട് അത് മൂടിക്കളയും. അതിനൊരു ഇത്തിരി പോലും സൂര്യപ്രകാശം കിട്ടാത്ത പോലെ അതിനെ ധൃതരാഷ്ട്ര ആലിംഗനം എന്ന് കേട്ടിട്ടുണ്ടോ? കേൾക്കാത്ത ആരെങ്കിലുണ്ടോ? ധൃതരാഷ്ട്ര ആലിംഗനം അനുഗ്രഹം വാങ്ങാൻ പോവാണ്. ആരുടെ അടുത്ത്? ധൃതരാഷ്ട്ര അടുത്ത്. പോകുന്ന ആരാണ്? ഭീമനാണ്. ഭീമനാണ് ധൃതരാഷ്ട്രൻ്റെ മക്കളെയൊക്കെ കൊന്ന മനുഷ്യൻ. പോയിട്ട് അനുഗ്രഹമാകും. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, എൻ്റെ പൊന്നെ എങ്ങനെ അങ്ങോട്ട് ചെന്നേക്കല്ല, അയാളെക്കാരും കെട്ടിപ്പിടിച്ചാൽ നിൻ്റെ ജീവിതം പോയി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കെട്ടിപ്പിടിക്കാനായിട്ട് ഇരുമ്പിൻ്റെ ഭീമൻ്റെ പോലെ തന്നെയുള്ള പ്രതിമ ഉണ്ടാക്കിയിട്ട് ധൃതരാഷ്ട്ര മുന്നിൽ വെച്ച് കൊടുക്കുക. ധൃതരാഷ്ട്ര പ്രതിമയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ആ പ്രതിമ പ്രതിമ പൊടിഞ്ഞ് അവിടെ താഴെ വീഴുന്നുണ്ട്. ഇതാണ് ധൃതരാഷ്ട്ര ആലിംഗനം. ഭീമനാണ് നിന്നിരുന്നെങ്കിൽ അന്ന് ഭീമൻ്റെ എന്താ പറയുക പരിപാടി തീർന്നേനെ. അപ്പോൾ അങ്ങനെ ഒരു മരത്തെ പൂർണ്ണമായും ആലിംഗനം ചെയ്തുകൊണ്ട് അതിനെ കൊന്നുകളയുന്ന സ്വഭാവം ഉള്ളതുകൊണ്ടാണ് ഇതിനെ ധൃതരാഷ്ട്ര പച്ച എന്ന് പേരിട്ട്. ഇത് വന്നത് വേറൊരു രസമുള്ള വഴിക്കാണ്. നമ്മുടെ നാട്ടിലേക്ക് റബ്ബർ വന്ന സമയത്ത് റബ്ബറിൻ്റെ തൈ വരുന്നത് സിംഗപ്പൂരിൽ നിന്നാണ്, ഇന്തോനേഷ്യ ആ ഭാഗത്തു നിന്നാണ്. ആ റബ്ബർ തൈ കൊണ്ടുവരുന്ന സമയത്ത് ഒരുമിച്ച് അത് കൊണ്ടുവരുമ്പോൾ തമ്മിൽ ഒരഞ്ഞ് കേട് വരാതിരിക്കാൻ വേണ്ടി മൈക്കേനെ വള്ളി കൊണ്ട് പൊതിഞ്ഞിട്ടാണ് പാക്ക് ചെയ്തിട്ടാണ് ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നത്. ഇവിടെ എത്തിയിട്ട് നമ്മൾ റബ്ബർ എടുത്ത് ഉപയോഗിച്ചു, ഈ വള്ളി എടുത്ത് കളഞ്ഞു. ഇത് എവിടെ ഒരു ചെറിയൊരു കഷ്ണം എവിടെ വീണാലും അതവിടെ വളർന്നു വരും. അങ്ങനെ കേരളത്തിലേക്ക് എത്തിയ സസ്യമാണത്. ധാരാളം പൂക്കൾ, ഇപ്പം അത് പൂക്കുന്ന സമയം. നിങ്ങൾ റോഡ് സൈഡിലൂടെ പോയാൽ കാണാം, നിറയെ പൂക്കളുണ്ടാവും. മാത്രമല്ല ആ പൂവിൽ നിറയെ തേനും ഉണ്ടാവും. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ശലഭങ്ങൾ കംപ്ലീറ്റ് അവർക്ക് മൈക്കേനെയാണ് ഇഷ്ടം. കാരണം അവിടെ പോയി കഴിഞ്ഞാൽ കുറച്ച് പണിയെടുത്താൽ കൂടുതൽ തേൻ കിട്ടും. അതുകൊണ്ട് നമ്മൾ പരാഗണം നടത്തുന്ന ജീവജാലങ്ങളൊക്കെ നമ്മുടെ നാട്ടിലെ സസ്യങ്ങളെ പരാഗണം നടത്തുന്നതിന് പകരം കംപ്ലീറ്റ് മൈക്കേനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് നമ്മുടെ ജൈവ വൈവിധ്യത്തിൽ അത് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നമ്മൾ മുന്നോട്ട് പ്രതീക്ഷിക്കുന്നൊരു കാര്യം 1800 മുതൽ 2000 വരെയുള്ള സമയത്ത് അധിനിവേശ സസ്യങ്ങളുടെ വ്യാപനത്തിൻ്റെ തോത് സ്പീഷീസുകൾ എത്രണ്ണം കൂടിയെന്നുള്ളതാണ് മുകളിൽ എഴുതിയിട്ടുള്ളത്. ആദ്യത്തെ ഗ്രാഫാണ് ചെടികളെ കുറിച്ചുള്ളത്, വാസ്കുലർ പ്ലാന്റ്സ്. നിങ്ങൾക്കറിയാം അതിനകത്ത് ഓരോ കളറും കാണിക്കുന്നത് ഓരോ പ്രദേശത്താണ്. ഏഷ്യ, ടെമ്പറേറ്റ് ഏഷ്യ, ട്രോപ്പിക്കൽ ഏഷ്യ, പസഫിക് ഐലൻഡ്സ്, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, ഓസ്ട്രേലേഷ്യ, യൂറോപ്പ്, ഓരോന്നും ഓരോ വരയായിട്ടാണ് നമുക്കതിനകത്ത് കാണാൻ പറ്റുക. നോക്കൂ, വാസ്കുലർ പ്ലാന്റ്സിൻ്റെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുക. 2000 ഒരു കട്ട് ഓഫ് ഡേറ്റ് ആയിട്ട് എടുത്താൽ അവിടെ നിന്ന് അത് പെട്ടെന്ന് വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആദ്യത്തേത് സസ്യങ്ങളാണ്, രണ്ടാമത്തേത് പക്ഷികളാണ്, മൂന്നാമത്തേത് മത്സ്യങ്ങളാണ്, അടുത്ത താഴെയുള്ള സസ്തനികളാണ്, മറ്റൊന്ന് ഷഡ്പദങ്ങളാണ്, അടുത്തത് മൊളസ്കാണ്, ക്രസ്റ്റേഷ്യൻസാണ്. എല്ലാ തരം ജീവജാലങ്ങളുടെ അധിനിവേശം വർദ്ധിക്കുന്ന ഒരു കാലത്താണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത്. അടുത്ത ഇത് പ്രോസോപ്പിസ് ജൂലിഫ്ലവർ എന്ന് പറഞ്ഞൊരു മരമാണ്. കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? എവിടെ കണ്ടു എന്ന് പറഞ്ഞൊരു ഉറപ്പായിട്ട് എവിടെയെന്ന് കൂടി പറയണം, നിർബന്ധമാണ്. കാരണം നമുക്കിപ്പോൾ പോകണം അങ്ങോട്ട്. പോയിട്ട് ആ സ്ഥലത്ത് അവിടുന്ന് ഒഴിവാക്കിയിട്ടേ ബാക്കി കാര്യമുള്ളൂ.
ഭീകരമായിട്ട് സ്പ്രെഡ് ചെയ്യുന്നൊരു മരമാണ്. മഴ കുറവുള്ള സ്ഥലത്ത് ജീവിക്കുന്ന സസ്യമാണ്. നമ്മൾ ഓസ്ട്രേലിയയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ജയലളിതയൊക്കെ ഇതിൽ വിത്ത് കൊണ്ടുവന്നിട്ട് ഹെലികോപ്റ്ററിൽ തമിഴ്നാട്ടിൽ വെതറിയിട്ടുണ്ട്. കാരണം ഒന്നും വളരാത്ത സ്ഥലത്ത് ഇതിന് വളരാൻ പറ്റും. ആളുകൾ ഇതിന് വിറകായിട്ടൊക്കെ ഉപയോഗിക്കാനായിട്ട് ഇതാണ് ഉപയോഗിക്കുക. പക്ഷേ പിടിവിട്ട് പോയി, അത് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. കേരളത്തിൽ സ്വാഭാവികമായിട്ട് അത് വളരേണ്ട സസ്യമല്ല. കാരണം കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ വളരാൻ പറ്റിയ സസ്യമല്ല. അത് കുറച്ചും കൂടി വരേണ്ട സ്ഥലത്ത് ജീവിക്കുന്ന സസ്യമാണ്. പക്ഷേ നമ്മുടെ രസമുള്ളൊരു കഥയുണ്ട്, അത് പറയാം. ഈ നക്ഷത്ര മരങ്ങൾ കേട്ടിട്ടുണ്ടോ? സ്റ്റാർ ട്രീസ്, നക്ഷത്ര സസ്യങ്ങൾ കേട്ടില്ലേ? ഓരോ മനുഷ്യർക്ക് ഓരോ നക്ഷത്രം ഉണ്ടെന്നോ ഓരോ നക്ഷത്രത്തിനും ഓരോ മരം ഉണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതിൽ ഒരു നക്ഷത്രത്തിന് നേരെ എഴുതിയേക്കുന്ന പേര് ഈ ചെടിയുടെ പേരാണ്. വന്നി എന്നാണ് മലയാളത്തിൽ എഴുതിയേക്കുന്നത്, വന്നി. അത് പ്രോസോപ്പസ് ജൂലിഫറാണ് അതിൻ്റെ കൂടെ എഴുതിയിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വെബ്സൈറ്റിൽ ഈ സാധനം വന്നു. കേരളത്തിൽ കുറേ പേര് സ്റ്റാർ ട്രീ ഗാർഡൻ ഉണ്ടാക്കിയ ആളുകളുണ്ട്. അത് എല്ലാ നാളുകളും എത്ര നാളുണ്ട് മൊത്തത്തിൽ? സന്തോഷമായി, അത്ര അന്ധവിശ്വാസം കുറഞ്ഞിട്ടുണ്ടല്ലോ. സത്യത്തിൽ എത്ര നക്ഷത്രം ഉണ്ടെന്ന് നമുക്കറിയില്ല. ആകാശത്തേക്ക് നോക്കിയെങ്കിൽ അന്തം വിട്ട് നിൽക്കണം. നമ്മൾ മഴയില്ലാത്തൊരു സമയത്ത് മേഘമില്ലാത്ത സ്ഥലത്ത് ഇത് എണ്ണി ചിട്ടപ്പെടുത്താനൊന്നും പറ്റിയിട്ടില്ല. അത്രമാത്രം നക്ഷത്രങ്ങളുണ്ട്. അതിനകത്ത് 28 എടുത്തിട്ടാണ് ഈ പരിപാടി ഒപ്പിച്ചേക്കുന്നത്, ഈ മരങ്ങൾ വെച്ച്. എന്നിട്ട് എനിക്കറിയാം, എറണാകുളത്തിനടുത്ത് ഒരു അമ്പലത്തിനോട് ചേർന്ന് അദ്ദേഹത്തിൻ്റെ വലിയ സ്വപ്നമായിരുന്നു ഈ നക്ഷത്ര വനം ഉണ്ടാക്കണം. എന്നിട്ട് ഇവിടെ ഈ ചെടി ഇവിടെ കിട്ടാത്തതുകൊണ്ട് പുള്ളി മഹാരാഷ്ട്രയിൽ പോയിട്ട് ആ തൈ വാങ്ങിച്ചിട്ട് വന്ന് ഇവിടെ നട്ടേക്കുക. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നി ചങ്ങാതി, ഇത് അപകടം പിടിച്ച ചെടിയാണ്, ഇത് കൊണ്ടുവരല്ലേ. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റോട് പറഞ്ഞപ്പോൾ അവരത് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പം ഇവർ പറയണമെന്ന് വെച്ചാൽ പണ്ട് മുതലേ ഉള്ള വിശ്വാസമാണ് എന്ത്, ഈ നാളിനോട് ചേർന്ന്. ഇത് സത്യത്തിൽ എറണാകുളത്തൊരു ഹോട്ടൽ മുറിയിൽ ഇരുന്ന് 4 പേരെ എഴുതി ഉണ്ടാക്കിയ ലിസ്റ്റാണ് ഇത്. ഇതാണിപ്പോൾ പണ്ട് പോലെയുള്ള ലിസ്റ്റ് അത് പറയുന്നത്. ഇല്ലെങ്കിൽ എങ്ങനെയാണ് അതിനകത്ത് പ്രോസപ്പീസ് വരിക? പ്രോസപ്പീസ് വന്നിട്ട് കുറച്ച് വർഷമായിട്ടുള്ളൂ ഓസ്ട്രേലിയയിൽ കൊണ്ടുവന്നിട്ട്. അപ്പോൾ വിശ്വാസങ്ങളെ നമ്മൾ സൂക്ഷിക്കേണ്ടതിൻ്റെ ഒരു കാരണം ഇതാണ്. മാത്രമല്ല, ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. നക്ഷത്ര വനം ഉണ്ടാക്കാനായിട്ട് പോകുമ്പോൾ ഉള്ള കുഴപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്തുള്ള ചെടികളുണ്ടല്ലോ, ഇവരെല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്ന ചെടികളല്ല. എല്ലാ ചെടികളും ഒരുമിച്ച് ജീവിക്കില്ല. ചെടികൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ഓരോ സ്ഥലത്ത് ജീവിക്കുന്ന ആളുകളുണ്ട്. അതിനകത്ത് വരണ്ട സ്ഥലത്ത് ജീവിക്കുന്നവരുണ്ട്, മരുഭൂമിയിൽ ജീവിക്കുന്നവരുണ്ട്, നല്ല മഴ കിട്ടുന്ന സ്ഥലത്ത് ജീവിക്കുന്നവരുണ്ട്. ഇങ്ങനെയുള്ള പലതരം സസ്യങ്ങളാണ്. ഇവരെല്ലാവരും കൂടി കൊണ്ടുപോയിട്ട് പല സ്കൂളുകളിലും, ഇപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തിനടുത്ത് കണ്ണാറ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. കണ്ണാറ LP സ്കൂളിൽ ടീച്ചർമാർ കഷ്ടപ്പെട്ട് ഈ ചെടികളെല്ലാം കൂടി ഒരുമിച്ച് നട്ടുപിടിപ്പിച്ചു. അത് ചിലർ വളർന്നു, ചിലത് നശിച്ചു പോയി. കാരണം അങ്ങനെ പറ്റൂ. കാരണം അവർക്ക് എല്ലാവർക്കും കൂടി പറ്റുന്നൊരു കാലാവസ്ഥ ഉള്ളൊരു സ്ഥലം ഒരു സ്ഥലത്തും ഇല്ല. അപ്പോൾ വിശ്വാസം ചില അപകടങ്ങൾ ആ തരത്തിൽ ഉണ്ടാക്കും. അടുത്ത ഇതാണ് ഈ പ്രോസപ്പീസ് എന്ന് പറയുന്ന ചെടിയുടെ വ്യാപനം. അതും വന്നത് തെക്കേ അമേരിക്കയിൽ നിന്നാണ്. അവിടുന്ന് സ്പ്രെഡ് ചെയ്തിട്ടുള്ള സ്ഥലമാണ്. ചുവപ്പ് നിറത്തിൽ കാണുന്ന സ്ഥലത്തേക്കാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. പച്ച നിറത്തിൽ കാണുന്ന സ്ഥലം അതിൻ്റെ സ്വന്തം സ്ഥലമാണോ അല്ലയോ എന്ന് നമുക്കിപ്പോഴും ഉറപ്പില്ല. നീല നിറം കാണുന്ന സ്ഥലത്താണ് അത് സ്വാഭാവികമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഇതൊരു ഇന്ത്യയിലുണ്ട്, ഇന്ത്യയിൽ വന്നു, ഇന്ത്യ മുഴുവൻ വ്യാപിച്ചിട്ടുണ്ട്. ഒരു സസ്യം ഒരു സ്ഥലത്തു നിന്ന് പുറപ്പെട്ട വേറൊരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്താ വെച്ചാൽ, ഈ പുതിയതായിട്ട് എത്തപ്പെടുന്ന സ്ഥലത്ത് അതിനെ തിന്നുന്ന ജീവികളൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതിൻ്റെ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് അതിൻ്റെ എണ്ണം ക്രമാതീതമായിട്ട് വർദ്ധിക്കും. അടുത്ത് ഈ ചെടി കണ്ടിട്ടുണ്ടോ? എന്താ എൻ്റെ പേര്? സൂര്യക കമ്മൽ ചെടി. പിന്നെ നിങ്ങൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ, ഇവിടെ ഇരിക്കുന്ന പ്രായമായിട്ടുള്ള ആളോട് ചോദിക്കുകയാണ്, നിങ്ങളൊക്കെ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ ഈ ചെടി കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇപ്പം ഉണ്ട്, പക്ഷെ നിങ്ങൾ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ടോയെന്ന് ചോദിച്ചു. അതിപ്പോൾ എത്ര വർഷം മുന്നേ മുതൽ കണ്ടിട്ടുണ്ടാവും? അതിന് മുന്നേ ഈ ചെടി ഇല്ല കേരളത്തിൽ. നമ്മൾക്ക് വന്നതാണ്. നമ്മൾ ഇംഗ്ലീഷിൽ വിളിക്കുന്ന ഒരു കോമൺ നെയിം സിംഗപ്പൂർ ഡേസി എന്നാണ്. ഇത് ഭയങ്കര രസമുള്ള ചെടിയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ കാണാൻ നല്ല രസമാണ്. നല്ല ബ്രൈറ്റ് യെല്ലോ ഫ്ലവറാണ്.
ഡാർക്ക് ഗ്രീൻ ലീഫാണ്. അതിൻ്റെ കോൺട്രാസ്റ്റ് നല്ല രസമാണ്, കാണാൻ നല്ല രസമാണ്. അപ്പോൾ പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ പുൽത്തകിടി ഉണ്ടാക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. വീടിൻ്റെ മുന്നിൽ ഹോട്ടലിൻ്റെ മുന്നിലൊക്കെ പുൽത്തകിടി ലോൺ ഉണ്ടാക്കും പുല്ല് വെച്ചിട്ട്. പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നനയ്ക്കണം, ചതിൽ വരാതെ നോക്കണം, വളം ചേർക്കണം. അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഇപ്പോൾ അവർ മാറ്റിയിട്ട് ഈ ചെടി നട്ടാൽ മതി. നല്ല ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വെള്ളം വേണ്ട, വളവും വേണ്ട, ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ നല്ല കാണാൻ നല്ല രസമായിട്ടിരിക്കും. കോട്ടയത്ത് നിന്ന് ആദ്യം കൊണ്ടുവന്നൊരു കക്ഷി ശീമാട്ടി എന്ന് പറയുന്ന കടയാണ്. ശീമാട്ടി അറിയാം? ശീമാട്ടി അറിയാത്ത കോട്ടയക്കാരുണ്ടല്ലേ. ശീമാട്ടിയുടെ കോട്ടയത്തുള്ള കടയുടെ ഫ്രണ്ടിൽ അവർ റോസയൊക്കെ നട്ടുപിടിപ്പിച്ചിരുന്ന ഒരു ചെറിയ സ്പേസ് ഉണ്ടായിരുന്നു. ഒരിക്കൽ ഞാനവിടെ പോയി കാണുമ്പോൾ റോസയൊക്കെ മാറ്റിയിട്ട് ഈ ചെടി വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല, നല്ല രസമായിട്ട് അവിടെ നിന്നോളൂ. അപ്പോൾ ഞാൻ അവരുടെ പറഞ്ഞു ഇത് അപകടമാണ്, പല ആളുകളും ഇവിടെ വരും, അവരിത് അനുകരിക്കും, ഇവിടുന്ന് അതിൻ്റെ ഒരു കഷ്ണം കൊണ്ടുപോയി നട്ടുപിടിപ്പിക്കും. ഇത് വലിയ പ്രശ്നമായി കൃഷിയിടങ്ങളിലൊക്കെ അത് വലിയ പ്രശ്നമായിട്ടുണ്ട്. ഒരു കൃഷി കഴിഞ്ഞാൽ അടുത്ത കൃഷിക്കിടയ്ക്ക് ഒരു ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ ആ സ്ഥലം മുഴുവൻ ഇത് കയ്യേറും. മണ്ണിൻ്റെ അടിയിലുള്ള റണ്ണേഴ്സെല്ലാം പോവാം. ഈ പൂവ് തട്ടിപ്പ് പൂവാണ്. ആ പൂവിന്ന് കായ ഉണ്ടാകുന്ന പ്രശ്നമേ ഇല്ല. സ്യൂഡോ ഫ്ലവറാണ്, പക്ഷെ തേനുണ്ടാവും. അത് നമ്മളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ പൂവ് ഉണ്ടാക്കുന്നത്. സംഘാടകരാരെങ്കിലും ഉണ്ടോ റൂമിൽ? ഇത്തിരി വെള്ളം കിട്ടി. ഓക്കെ, അത് ചായയാണ്, അതൊക്കെ വെള്ളം കിട്ടിയോ? ഓക്കെ. അപ്പോൾ അതിനിടയ്ക്ക് ഒരു സംശയം ചോദിച്ചോട്ടെ നിങ്ങൾ. നല്ല രസമുള്ള പൂവാന്ന് പറഞ്ഞു, പക്ഷെ അത് പൂവിൻ്റെ ധർമ്മം അനുഷ്ഠിക്കില്ല എന്ന് പറഞ്ഞു. നാട്ടിലുള്ളൊരു ചെടിയെക്കുറിച്ച് ചോദിക്കാം. ചെമ്പരത്തി ചെടി കണ്ടില്ലേ? ചെമ്പരത്തി പൂവ് നല്ല വലിപ്പമുള്ള പൂവല്ലേ, നല്ല കളറുള്ള പൂവല്ലേ? അതിലെപ്പോഴെങ്കിലും കായ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? എന്തെങ്കിലും ഉത്തരം പറയണമെങ്കിൽ പിന്നെ സൂക്ഷിച്ച് ഉത്തരം പറയണേ, ഞാൻ അതിൻ്റെ പുറകെ കൂടും. നോക്കിക്കോ, ചെമ്പരത്തിയിൽ കായ കണ്ടിട്ടുണ്ടോ? ഇല്ല. കണ്ട ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള ചോദ്യം, ഈ കായ ഉണ്ടാവാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ പൂവുണ്ടാവുന്നത്? പ്രകൃതി അങ്ങനെ ആവശ്യമില്ലാതെ ഒരു കാര്യം ചെയ്യാറില്ല. ആവശ്യമുള്ള കാര്യം മാത്രമേ പ്രകൃതി ചെയ്യാറുള്ളൂ. ഇത്രയും പൂവുണ്ടാവണമെങ്കിൽ അത്രയും ബയോമാസ് ഉണ്ടാക്കണം, അതിന് കളർ കൊടുക്കാനായിട്ട് പിഗ്മെൻറ്റ് വേണം. ഇതെല്ലാം ഉണ്ടാക്കിയിട്ടും കായ ഉണ്ടാവുന്നില്ല, വിത്ത് ഉണ്ടാവുന്നില്ല. പിന്നെ എന്തിനാ ഈ പൂവുണ്ടാവുന്നത്? പറയൂ. ഓക്കെ, കിട്ടിയോ? ഉത്തരം കിട്ടിയോ? ഇല്ലേ? അതെ, തണ്ട് മുറിച്ചാൽ നടുക. അപ്പോൾ പിന്നെ എന്തിനാണ് പോകുന്നുള്ളതാണ് ചോദ്യം. നമുക്ക് തണ്ട് മുറിച്ചാണല്ലോ എന്തായാലും നമ്മളതന്നെ നടുന്നത്. അപ്പോൾ ഈ ചെടി ഇത്ര കഷ്ടപ്പെട്ട് ഇത്രയും പൂവുണ്ടാക്കണം, അതിന് നിറം കൊടുക്കണം, അതിൻ്റെ ആവശ്യം എന്താണെന്നുള്ളതാണ് ചോദ്യം. എങ്ങനെ? കാഴ്ചക്ക് ആണല്ലേ? എന്താ? അങ്ങനെ അല്ലല്ല, അത് പ്രകൃതി മൊത്തത്തിൽ നിന്ന് സുന്ദരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണോ? ഞാൻ പറഞ്ഞോട്ടെ, സമയം കളയാതിരിക്കാൻ വേണ്ടി. അല്ല, അതിന് മുന്നേ ഒരു കാര്യം, ഈ അവിടെ എന്തോ ഉത്തരം കിട്ടിയെന്ന് കിട്ടേ അല്ലേ? അതിൽ കോളാബിപ്പ് കണ്ടിട്ടുണ്ടോ? മഞ്ഞ കളറിലെ അതിൽ കായ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഇല്ല. അത് ഇതുപോലെ തന്നെയല്ലേ, നിറയെ പൂക്കളുണ്ടാവും, പക്ഷെ കായ ഉണ്ടാവുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയട്ടെ? ഈ ചെമ്പരത്തി ചെടിയും കോളമ്പി ചെടിയും നമ്മളോട് എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്ക് എന്ത് രസം എൻ്റെ പൂവ് കാണാൻ, എന്നെ കൊണ്ടുപോയി കൂടെ നമ്മളോടെ ചോദിക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നേരത്തെ സാറ് പറഞ്ഞ പോലെ നമ്മൾ അതിലൊരു കൊമ്പ് മുറിച്ച് പുതിയ സ്ഥലത്തേക്ക് കൊണ്ടുപോകും. ഈ പൂവ് കാണാൻ രസമില്ലെങ്കിൽ നമ്മൾ കൊണ്ടുപോകും? ഇല്ല.
അപ്പോൾ നമ്മളോട് പറയുകയാണ്, അത് അഡ്വർടൈസ് ചെയ്യുകയാണ്. അത് നമ്മുടെ എസ്തെറ്റിക്സിനോടാണ് അത് റെസ്പോണ്ട് ചെയ്യണം. നമ്മുടെ സൗന്ദര്യബോധത്തോടാണ് ചെടികൾ റെസ്പോണ്ട് ചെയ്യണം. പക്ഷെ വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കാട്ടിൽ പോയാൽ, നിങ്ങൾ സ്വാഭാവിക വനത്തിൽ പോയാൽ അവിടെ ഒരു പൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കായയും ഉണ്ടായിട്ടുണ്ടാവും. കാരണം അവിടെ മനുഷ്യനൊരു സെലക്ഷൻ ഫോഴ്സ് അല്ല. അതുകൊണ്ടാണ് നമ്മൾ പറയാം, പ്രകൃതി എങ്ങനെയാണ് സ്വാഭാവികമായിട്ട് പ്രവർത്തിക്കണമെന്ന് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ആകെ 2 സ്ഥലമേ ഉള്ളൂ പഠിക്കാൻ. അതിലൊന്ന് കാടാണ്, രണ്ടാമത്തേത് കടലാണ്. ബാക്കിയുള്ള സ്ഥലം മുഴുവൻ നമ്മളായിട്ട് മാറ്റി മറിച്ച് കളഞ്ഞിട്ടുണ്ട്. അവിടെയുള്ള ചെടികളായാലും ജീവജാലങ്ങളായാലും ഒക്കെ നമ്മളോട് റെസ്പോണ്ട് ചെയ്യുന്ന ആളുകളായിട്ട് മാറിയിട്ടുണ്ട്. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ എല്ലാ ദിവസവും രാവിലെ ചെയ്തിരുന്ന ഒരു ആചാരം ഉണ്ടായിരുന്നു. ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടൊക്കെയാണ്. മുറ്റം അടിക്കുക എന്ന് പറയും. കേട്ടിട്ടുണ്ടെങ്കിൽ പരിപാടി സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? മുറ്റം അടിക്കുക എന്നുള്ളത്. ഇതാണ് നമ്മൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചെയ്യുന്ന ആദ്യത്തെ പ്രകൃതി വിരുദ്ധ പരിപാടി. പ്രകൃതി നമ്മുടെ അടുത്തേക്ക് വരാൻ ശ്രമിക്കുകയാണ്. അത് കരിയിലെ ഏറ്റവും ചെറിയ പുൽനാമ്പായിട്ടൊക്കെ ഇങ്ങോട്ട് അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ എല്ലാ ദിവസവും രാവിലെ ഇവരെ അടിച്ച് പുറത്തേക്ക് കയറ്റും. ഇങ്ങോട്ട് വരണ്ട, ഇവിടെ നമ്മൾ സുഖമായിട്ട് ജീവിച്ചോട്ടെ, ഇങ്ങോട്ട് കയറി വരണ്ട എന്ന് പറയും. അങ്ങനെ പ്രകൃതിയെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ സ്പേസ് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. നമ്മൾ മൊത്തം വഴി തെറ്റിയിട്ടോ അതിനെ അടുത്ത് മാറ്റിക്കോ, ഇല്ലെങ്കിൽ ആകെ വഴിതെറ്റി പോകും. യെസ്, ഇവർ മരുന്നുകൊണ്ട് തദ്ദേശീയമായിട്ടുള്ള പല ജീവജാലങ്ങളും ഇല്ലാതായി പോയിട്ടുണ്ട്. എക്സ്റ്റിങ്ഷൻ തന്നെ വന്നിട്ടുണ്ട്. അതിൻ്റെ കണക്കാണിത്. ചെടികൾ കാരണം 98 സ്പീഷീസുകൾ, പ്രദേശങ്ങളിലുണ്ടായിരുന്ന സ്പീഷീസുകൾ വംശനാശം വന്ന് പോയി കഴിഞ്ഞു. താഴേക്കുള്ളത് ഷഡ്പദങ്ങൾ, പിന്നെ സസ്തനികൾ, പാത്തജൻസ്, അതിൻ്റെ ലിസ്റ്റാണ്. 98 സസ്യങ്ങൾ, സമുദ്രത്തിലുള്ള ജീവികൾ വംശനാശം വന്നിട്ടുണ്ട്. കരയിൽ 53 വംശനാശം വന്നിട്ടുണ്ട്. കരയിലുള്ള ശുദ്ധജലത്തിൽ 35 സ്പീഷീസുകൾ വംശനാശം വന്നിട്ടുണ്ട്. അതിനുശേഷം സസ്യങ്ങൾ വന്നു എന്നുള്ളതുകൊണ്ട് അങ്ങനെ മൊത്തത്തിൽ 187 ജീവജാലങ്ങളെ വംശനാശത്തിലേക്ക് തള്ളിവിട്ട ഒരു പ്രതിഭാസമാണ് സസ്യങ്ങളുടെ അധിനിവേശം. അപ്പം കണ്ടിട്ടുണ്ടോ? എന്താ പേര്? പിഞ്ചമുള്ള അല്ല, ആനത്തൊട്ടാവാടി എന്നാണ് തന്നെ വിളിക്കുക. നമ്മൾ സാധാരണ തൊട്ടാവാടിയേക്കാൾ ഒരു 100 മടങ്ങ് വലുതായിട്ടുണ്ടാവും. മുള്ളുള്ളതും മുള്ളില്ലാത്തതും ഉണ്ട്. ഇത് നമ്മളായിട്ട് കൊണ്ടുവന്ന സസ്യമാണ്. ഇത് കൊണ്ടുവന്നത് നമ്മുടെ ചായത്തോട്ടത്തിൽ മണ്ണിൽ നൈട്രജൻ ഫിക്സ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ഇതൊരു നൈട്രജൻ ഫിക്സിങ് പ്ലാന്റ് ആണെന്ന് ഉള്ള ധാരണയിൽ കൊണ്ടുവന്നതാണ്. അങ്ങനെ നമ്മളായിട്ട് കൊണ്ടുവന്ന് ചായത്തോട്ടത്തിൽ നട്ടുപിടിപ്പിച്ചു. പിന്നെ അത് അവിടുന്ന് പുറത്ത് കടന്നു. ഇന്നിപ്പോൾ കേരളത്തിൻ്റെ റോഡ് സൈഡിൽ, റെയിൽവേ ട്രാക്കിൻ്റെ സൈഡിൽ നിറയെ കാണുന്ന ആ ഒരു ചെടിയായിട്ട് ഇത് മാറിയിട്ടുണ്ട്. അടുത്ത് ഇത് ചെടികൾ കാരണം ഉണ്ടായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്ട്സ് ആണ്. ഇൻവേസീവ് ഏലിയൻ സ്പീഷീസും ഈ ഇങ്ങനെ റോയൽ നേറ്റീവ് ടാക്സ് അപ്പുറത്തുണ്ട്. 2542 സസ്യങ്ങൾ, അതായത് സ്വദേശി സസ്യങ്ങളും അതിഥി സസ്യങ്ങളും തമ്മിൽ നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റിലാണ് ഉള്ളത്. ബാക്കിയുള്ള സ്പീഷീസുകളുടെ ലിസ്റ്റാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അടുത്ത് ഹാബി, ഇത് പോസിറ്റീവ് ഇമ്പാക്ട്സ് ആണ്. ചില സസ്യങ്ങളെ കൊണ്ട് ഗുണം ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും മോശക്കാരൊന്നുമല്ല. അത് ചില നല്ല കക്ഷികളുണ്ട്, ചില ആളുകളെ കൊണ്ട് നമുക്ക് ഉപകാരം ഉണ്ടായിട്ടുണ്ട്. ആ സ്പീഷീസുകളെ കുറിച്ച് ഞാൻ പറയാം. അടുത്ത് ഈ മരം കണ്ടിട്ടുണ്ടോ? സെന്ന സ്പെക്ടാബിലിസ് എന്നാണ് വിളിക്കുക. മഞ്ഞക്കൊന്നാന്ന് പറയും. ഇത് കേരളത്തിലത് ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ടുള്ള സ്ഥലം വയനാടാണ്. ഇത് കേരളത്തിലേക്ക് വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ റോഡ് സൈഡിൽ സോഷ്യൽ ഫോറസ്ട്രി എന്നൊരു സംവിധാനം കേട്ടിട്ടുണ്ടോ? സോഷ്യൽ ഫോറസ്റ്റുകാർ വയനാട് റോഡ് സൈഡിൽ കുറച്ച് പൂവുള്ള മരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവരെന്താ വിചാരിച്ചത്, നമ്മുടെ കൊന്ന അറിയില്ലേ നിങ്ങൾക്ക്? കൊന്ന മരം, ശിമുക്കൊന്നല്ല, കണിക്കൊന്ന. മലയാളത്തിലൊരു പഴയൊരു സിനിമാ പാട്ടുണ്ടായിരുന്നു. കർണികാരം പൂത്തു തളിർത്തു കൽപ്പനകൾ. ആർക്കറിയാം? ഒന്ന് പാടോ? എന്നാലും ഒന്നും കളിക്കൊന്ന അല്ല, പാട്ട്, സിനിമ പാട്ട് ഒന്ന് പാടൂ. ഓക്കെ.
കർണികാരം എന്ന് പറഞ്ഞാൽ കർണികാരം ആ വരി ശ്രദ്ധിക്കണം. സാർ നേരത്തെ പറഞ്ഞ കർണികാരം പൂത്തു തളിർത്തു. കർണികാരം എന്ന് പറയുന്നത് കണിക്കൊന്നയാണ്. പൂത്തു തളിർത്തു, പൂത്തതിന് ശേഷമാണ് തളിർക്കുക. പൂക്കുന്ന സമയത്ത് അതിനകത്ത് ഇല ഒന്നും കാണില്ല, പൂക്കൾ മാത്രമായിട്ടാണ് കിടക്കുന്നത്. സ്വർണ്ണ നിറമുള്ള പൂക്കൾ മാത്രമായിട്ട് ഉണ്ടാവുക. കർണികാരം പൂത്തു, അതിന് ശേഷമാണ് തളിർക്കുക. അപ്പം അന്ന് സിനിമ പാട്ട് എഴുതിയിരുന്നവർക്കൊക്കെ ഈ കാര്യം നന്നായിട്ട് അറിയായിരുന്നു. അതിൻ്റെ ഒരു ഫിനോളജി എന്ന് നമ്മൾ സയൻസിൽ പറയും, എപ്പോഴാണ് എന്താ നടക്കുക എന്നുള്ളത്. അപ്പോൾ കണിക്കൊന്നയാണെന്ന് വിചാരിച്ചിട്ട് നട്ടതാണിത്. അപ്പോൾ ചെറിയ വിത്തായിരിക്കുന്ന സമയത്ത്, ചെറിയ തയ്യായിരിക്കുന്ന സമയത്ത് കണിക്കൊന്നയും ഈ കൊന്നയും കണ്ടാലും തിരിച്ചറിയാൻ പറ്റൂല. അപ്പോൾ അതുകൊണ്ട് അവർ കണിക്കൊന്നയാണെന്ന് വിചാരിച്ചാൽ റോഡ് സൈഡിൽ മുഴുവൻ നട്ടുപിടിപ്പിച്ചു. നല്ല ആത്മാർത്ഥതയുള്ള കുറച്ച് ഉദ്യോഗസ്ഥർ നമ്മുടെ ഓഫീസിൻ്റെ ചുറ്റുമുള്ള സ്ഥലം കൂടി കുറച്ച് സുന്ദരമായിക്കോട്ടെ എന്ന് വിചാരിച്ചു മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ഓഫീസിൻ്റെ ചുറ്റും കുറച്ച് മരങ്ങൾ നട്ടുപിടിപ്പിച്ചു. ഈ മരങ്ങൾ വലുതായി അവർ കായ ഉണ്ടാവാൻ തുടങ്ങുന്ന സമയത്താണ് വയനാട്ടിലെ മുള കംപ്ലീറ്റ് പൂത്ത് പോകുന്നത്. മുള പൂത്ത് കഴിഞ്ഞാൽ മുള നശിക്കുകയും ചെയ്യാം. അങ്ങനെ മുള കംപ്ലീറ്റ് പൂക്കുകയും അത് നശിക്കുകയും ചെയ്ത സമയത്ത് ധാരാളം സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലമായിട്ട് മാറി. അങ്ങോട്ടേക്ക് മുഴുവൻ ഈ മരാണ് അരച്ച് കയറിയത്. അപ്പോൾ ആ പ്രദേശത്തേക്ക് മുഴുവൻ ഇത് കയറി. അതിൻ്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ജീവികൾക്കൊന്നും തന്നെ തിന്നാൻ പറ്റില്ല. മാത്രമല്ല ഇത് നിൽക്കുന്ന സ്ഥലത്ത് വേറെ ഒരു ജീവി നിൽക്കാനും അവർ സമ്മതിക്കില്ല. രണ്ട് തരത്തിലുള്ള മരങ്ങളുണ്ടെന്ന് പറയും. അത് പണ്ട് നമ്മൾ വിളിച്ചിരുന്ന അസുരവൃക്ഷങ്ങളെന്നും ദേവവൃക്ഷങ്ങളെന്നാണ്. അസുരവൃക്ഷങ്ങളെന്ന് വിളിക്കാൻ കാരണം ആ വൃക്ഷങ്ങളൊന്നും അവരുടെ ഒപ്പം വേറെ ആരെയും ജീവിക്കാൻ സമ്മതിക്കില്ല. ദേവവൃക്ഷങ്ങൾ അവരുടെ ശരീരത്തിൽ മറ്റ് സസ്യങ്ങളെ വളരാൻ സമ്മതിക്കും. അങ്ങനെയുള്ള മരങ്ങൾ പരിചയമുണ്ടോ നിങ്ങൾ? അത് ഒരു മരം നിൽക്കുന്ന സ്ഥലത്ത് വേറെ ഒന്നിനെ വളരാൻ സമ്മതിക്കാത്ത മരം നിങ്ങൾ പരിചയമുള്ള മരം ഉണ്ടോ? ആല് സമ്മതിക്കും. നമ്മൾ സമ്മതിക്കാനില്ല. ആലിൻ്റെ അടിയിലുള്ളതൊക്കെ നമ്മൾ മാറ്റുന്നതുകൊണ്ടാണ്. ആലിന് കുഴപ്പമൊന്നുമില്ല. പറയാം. തേക്കോ? തെങ്ങ് നമുക്കുള്ള പ്രശ്നമാണ്. നമ്മൾ അതിൻ്റെ ചുവടൊക്കെ വൃത്തിയാക്കി വേറെ ഒന്നോട് വരാൻ സമ്മതിക്കാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ തെങ്ങിൻ്റെ ഒപ്പം മറ്റ് സസ്യങ്ങൾക്ക് വളരാൻ. നിങ്ങൾ പുളിമരം കണ്ടിട്ടുണ്ടോ? പുളിയുടെ താഴെ എന്തെങ്കിലും വളരണം കണ്ടിട്ടുണ്ടോ? നിങ്ങളത് മനസ്സിൽ സങ്കല്പിച്ചു അവസാനം കണ്ട പുളിമരം ഒന്ന് ഓർത്ത് നോക്ക്. അതിന് താഴെ വേറെ ഏതെങ്കിലും മരം ഉണ്ടായിരുന്നോ എന്ന് ആലോചിച്ചു നോക്ക്. വാളംപുളിയുടെ താഴെ ഉണ്ടാവില്ലല്ലോ. ഇത് രണ്ടും ഇവരെങ്ങനെയാ താഴെ മറ്റ് സസ്യങ്ങളുടെ വിത്ത് വീണാൽ ആ വിത്ത് മുളയ്ക്ക പോലും ഇല്ല. അങ്ങനെ ചെയ്യുന്ന പ്രോസസ്സാണ്. ഇതൊരു കെമിക്കൽ വാർഫെയറാണ്. ആ വാർഫെയറിൻ്റെ ഉപയോഗിക്കുന്ന കെമിക്കൽസിൻ്റെ പേരാണ് അല്ലലോ കെമിക്കൽസ് എന്ന് പറയുന്നത്. ഈ അല്ലലോ കെമിക്കൽസ് മണ്ണിലേക്ക് അയക്കും. മണ്ണിലേക്ക് കെമിക്കൽസ് അയക്കുന്ന ഒരു രീതിയുണ്ട്. അതെങ്ങനെയാണ് മണ്ണിലേക്ക് എത്തുക? ഇല പൊഴിയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്തിനാണ് ഈ ഇല പൊഴിയുന്നത്? ഇല അവിടെ തന്നെ നിന്നാൽ പോരെ. എന്തിനാണ് വെറുതെ ഇല പൊഴിയേണ്ട ആവശ്യം? ഇല പൊഴിയുന്നതിൻ്റെ ധർമ്മം എന്താണ്? ഫങ്ഷൻ എന്താണ്? എന്താണ് ഇല പൊഴിയുന്നതിൻ്റെ സിഗ്നിഫിക്കൻസ്? എന്താ അതിൻ്റെ ധർമ്മം എന്താണ്? ഇല പൊഴിയപ്പോൾ ശരിക്കും എന്താ സംഭവിക്കുന്നത്? പുതിയ ഇല വരാൻ നശിച്ച അത് പുതിയ ഇല വന്നോട്ടെ, പക്ഷെ ഈ പഴയത് പോകേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പം ധാരാളം കുട്ടികളുണ്ടാവുന്ന സമയത്ത് പ്രായമായിട്ടുള്ള ആരെങ്കിലും നമ്മൾ കൊന്നുകളയാറില്ലല്ലോ. ഒരുമിച്ച് ജീവിക്കല്ലേ ചെയ്യാൻ. പിന്നെ എന്തിനാ ഇല പൊഴിയുന്നത്? ഇല പൊഴിയുക എന്നുള്ളത് പ്ലാന്റിൻ്റെ എക്സ്ക്രീറ്ററി പ്രോസസ്സാണ്. അതിൻ്റെ വിസർജന സംവിധാനമാണ്. അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു ഇല പ്രായമായി കഴിഞ്ഞാൽ ആ ഇലക്കകത്തുനിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മോളിക്യൂളിൻ്റെ പേര് ക്ലോറോഫിൽ എന്നാണ്. ഹരിതകത്തിൻ്റെ പ്രത്യേകത അത് വലിയ മോളിക്യൂളാണ്. ആ മോളിക്യൂൾ ഉണ്ടാക്കണമെങ്കിൽ ധാരാളം ഊർജ്ജം ചിലവാക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ചെടി ഹരിതകം നഷ്ടപ്പെടുത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഇലക്കകത്തുനിന്ന് ഹരിതകത്തെ മുഴുവൻ തിരിച്ചിങ്ങോട്ട് എടുക്കും. അപ്പോൾ അതിൻ്റെ പച്ച നിറം പോവും. എന്നിട്ട് അതിന് വിസർജിക്കാൻ ആവശ്യമായിട്ടുള്ള കെമിക്കൽസ് എല്ലാം ആ ഇലയിലേക്ക് അയക്കും. എന്നിട്ട് ഇല താഴെ വീഴുന്നതോട് കൂടിയിട്ട് അതെല്ലാം മരത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും. ആ പ്രോസസ്സിനാണ് അല്ലലോ കെമിക്കൽസ് താഴെ വരിക. അവർ അവിടെ ജീവിക്കാൻ സമ്മതിക്കുകയില്ല. സെന്ന സ്പെക്ടാബിലിസ് ഗംഭീരമായിട്ട് അല്ലലോ കെമിക്കൽസ് ഉള്ള മരമാണ്. നമ്മളതിനെ കൊല്ലാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഡീബാക്ക് ചെയ്തു. അതിൻ്റെ തൊലി ചെത്തി മാറ്റി കഴിയുന്നു. ആ തൊലി ചെത്തി മാറ്റാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് തലവേദന എടുക്കാൻ തുടങ്ങും. ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ഛർദ്ദിക്കാനൊക്കെ വരും. അത്രമാത്രം വോളറ്റൈലായിട്ടുള്ള കെമിക്കൽസ് ഉള്ള സസ്യമാണ്. നമ്മളതിൻ്റെ ചെറിയ തൈകൾ കൈകൊണ്ട് പറിച്ച് കുറേ എണ്ണം ആയി കഴിഞ്ഞപ്പോൾ നമ്മളവിടെ റോഡിൻ്റെ സൈഡിൽ കൂട്ടി വെച്ചു.
അത് റോട്ടിൻ്റെ സൈഡിൽ കൂട്ടി വെച്ച് വെച്ചാൽ അത് മണ്ണുമായിട്ട് ബന്ധമുണ്ടായിട്ട് വീണ്ടും മുളക്കാതിരിക്കാൻ വേണ്ടി റോട്ടിൽ തന്നെ വെച്ചിട്ട് പോകുന്നു. നമ്മൾ തിരിച്ച് അവിടെ എത്തുമ്പോൾ ഒരു 10-20 ദിവസം കഴിഞ്ഞിട്ട് അവിടെ പോകുമ്പോൾ അതിനിടയ്ക്ക് മഴ പെയ്തിരുന്നു. ഈ മഴ പെയ്തിട്ട് ഈ കൂട്ടി വെച്ച തൈൻ്റെ മുകളിൽ വെള്ളം വീണിട്ട് ആ വെള്ളം ഒഴുകിപ്പോയ വഴിക്കുള്ള പുല്ല് ഉണങ്ങിപ്പോയിരുന്നു. അത്ര ഭീകരമാണ് അതിനകത്തുള്ള ആ കെമിക്കൽസിൻ്റെ അവസ്ഥ. വയനാട്ടിൽ വന്യമൃഗ ശല്യത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വന്യജീവി സംഘർഷം. അതിലൊരു പ്രധാനപ്പെട്ട കാരണം ഈ അധിനിവേശ സസ്യം അകത്തേക്ക് കയറുന്നതാണ്. കാരണം ഇത് എവിടെയൊക്കെ വളരുന്ന അവിടെ പുല്ല് പോലും ഉണ്ടാവില്ല. മാനിനും മ്ലാവിനും ഒന്നും തിന്നാനായിട്ടൊന്നുമില്ല. അവരവിടുന്ന് വേറെ സ്ഥലത്തേക്ക് മാറേണ്ടി വരും. സസ്യബുക്കുകൾ മാറുന്നത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷെ അവർ മാറുന്നതുകൊണ്ട് പുറകെ മാംസബുക്കുകൾക്കും മാറേണ്ടി വരും. പുലിക്കും കടുവയ്ക്കും മാറേണ്ടി വരും. പുലിയും കടുവയും മാറുന്നത് ചെറിയ കാര്യമല്ല. കാരണം അവർക്ക് ടെറിട്ടറി ഉള്ള ജീവികളാണ്. അവർക്ക് കൃത്യമായിട്ടുള്ള അതിരുള്ള ജീവിയാണ്. അവർ ആ അതിര് വിട്ട് മറ്റൊരു ജീവിയുടെ അതിരിലേക്ക് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വഴക്കുണ്ടാവും, പ്രശ്നം ഉണ്ടാവും, ഫൈറ്റ് ഉണ്ടാവും. ഫൈറ്റിൽ പരിക്ക് പറ്റിയാൽ അവർക്ക് പിന്നെ വേട്ടയാടാൻ പറ്റാതാവും. വേട്ടയാടാൻ പറ്റാതായി കഴിഞ്ഞാൽ പിന്നെ എന്താ അവർക്ക് ചെയ്യാൻ പറ്റുക? പിന്നെ അവർക്ക് വീടുകളിൽ കെട്ടിയിട്ട മൃഗങ്ങളെ പിടിക്കേണ്ടി വരും. അതോടുകൂടി അത് പ്രശ്നമായി മാറും, വഴക്കാവും, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റായിട്ടുള്ള സംഘർഷമൊക്കെ ആവും. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു അധിനിവേശ സസ്യം എങ്ങനെയാണ് മറ്റു പല പല പ്രശ്നങ്ങളും ട്രിഗർ ചെയ്യുന്നത് എന്നാണ് പറയാൻ ശ്രമിച്ചത്. ഇത് നമ്പർ ഓഫ് ഇൻവേസീവ് ഏലിയൻ സ്പീഷീസാണ്, നമ്പർ ഓഫ് ഇമ്പാക്ട്സ് ഓരോ കോണ്ടിനെൻറ്റിലും, ആഫ്രിക്ക, അമേരിക്ക, ഏഷ്യ പസഫിക്, യൂറോപ്പ്, സെൻട്രൽ അമേരിക്ക, അന്റാർട്ടിക്ക. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അധിനിവേശ സസ്യങ്ങൾ യാത്ര ചെയ്യുന്നത് നമ്മുടെ ലാറ്റിറ്റ്യൂഡ്സിലൂടെയാണ്. ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഭൂമധ്യരേഖ, ഇക്വേറ്റർ, അതൊരു ലാറ്റിറ്റ്യൂഡാണ്, 0 ഡിഗ്രിയാണ്. അതിന് സമാന്തരമായിട്ട് നമ്മൾ വരയ്ക്കുന്ന വരകൾക്കാണ് നമ്മൾ ലാറ്റിറ്റ്യൂഡ് എന്ന് വിളിക്കുക. അതിന് മലയാളത്തിൽ എന്താ പറയുക? അക്ഷാംശമാണോ രേഖാംശമാണോ? മുകളിൽ നിന്ന് താഴേക്ക് വരയ്ക്കുന്നത് എന്താണ്? രേഖാംശം. പാരലായിട്ട് വരയ്ക്കുന്നത് അക്ഷാംശം. അപ്പോൾ അധിനിവേശ ജീവജാലങ്ങൾ എപ്പോഴും സഞ്ചരിക്കുക അക്ഷാംശങ്ങളിലൂടെയാണ്. കാരണം എന്താണ്? അക്ഷാംശം എന്ന് പറയുന്ന വര ആണ് ലോകത്തെ ഒരേ കാലാവസ്ഥയുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. അപ്പോൾ അതിലൂടെയാണ് മിക്കവാറും പോകും. അതുകൊണ്ട് തന്നെ നമുക്ക് മിക്കവാറും കിട്ടുന്ന അധിനിവേശ സസ്യങ്ങളെല്ലാം തന്നെ തെക്കേ അമേരിക്കയിൽ നിന്ന് പുറപ്പെട്ട കക്ഷികളാണ്. അടുത്ത് ഇത് അക്കേഷ്യ മിയാൻസി എന്ന് പറയുന്ന ചെടിയാണ്. നമ്മൾ കൊണ്ടു നട്ടതാണ്, ടാനിൻ കിട്ടാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ഇടുക്കിയിൽ അത് വലിയ പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട്. വെട്ടിക്കഴിഞ്ഞാൽ കുറേ എണ്ണമായിട്ട് അത് വീണ്ടും മുളച്ച് വരുന്നുണ്ടാവും. അടുത്ത ഇത് ഇതുകൊണ്ടുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടത്തെക്കുറിച്ചിട്ടുള്ള ഗ്രാഫാണ്. അത് ഓസ്ട്രേലിയ. അത് നമ്മൾ കൊണ്ടുവന്നതാണ്, സ്വാഭാവികമായിട്ട് വന്നതല്ല. നമ്മളങ്ങനെ അതെ. ആ അക്കേഷനൊക്കെ അത് ഞാൻ കഥ മൊത്തത്തിൽ പറയട്ടെ. അത് ടാബ് ഇത് ഞാൻ കാണിച്ച അക്കേഷ്യ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അക്കേഷ്യ അല്ല. ഇത് അക്കേഷ്യ മിയാൻസി എന്ന് പറയുന്ന സസ്യമാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന അക്കേഷ്യ മാൻജിയ ഉണ്ട്, അക്കേഷ്യ ഓർക്കിലിഫോമസ് ഉണ്ട്. അത് വേറെ 2 സ്പീഷീസാണ്. അക്കേഷ്യ ഇതെല്ലാം തന്നെ നമ്മളായിട്ട് കൊണ്ടുവന്നോ. ആ കഥ പറയണോ? 5 മിനിറ്റ് തന്നാൽ ആ കഥ പറയാം. പണ്ട് നമുക്കൊരു തോന്നലുണ്ടായിരുന്നു, നമ്മുടെ നാട്ടിലുള്ള കക്ഷികളൊന്നും തീരെ പോരാ, നമ്മുടെ നാട്ടിലുള്ള ജീവജാലങ്ങളൊന്നും ഉഷാറല്ല എന്ന് വിചാരിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് നമ്മളിപ്പം വായ്പ എടുക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കാറുണ്ട്. കേരളം ഭയങ്കരമായിട്ട് വായ്പ എടുക്കുന്നു, കേന്ദ്രം വായ്പ എടുക്കാൻ സമ്മതിക്കുന്നില്ല, വായ്പ വാങ്ങിച്ചിട്ടാണ് ഇവിടുത്തെ ചിലവ് പോലും നടത്തിപ്പോകുന്നതൊക്കെ നമ്മൾ പത്രത്തിൽ വായിക്കുന്നുണ്ടാവും. നമ്മൾ ആദ്യത്തെ വായ്പ എടുത്ത കഥയാണ്. ഏറ്റവും ആദ്യത്തെ ലോൺ എടുക്കുകയാണ് എവിടെ നിന്ന്? വേൾഡ് ബാങ്കിൽ നിന്ന്. വേൾഡ് ബാങ്കിൽ നിന്ന് ആദ്യത്തെ ലോൺ എടുക്കുന്നത് സോഷ്യൽ ഫോറസ്ട്രി പ്രോജക്റ്റിന് വേണ്ടിയിട്ടാണ്. അന്നത്തെ ആർഗ്യുമെൻ്റ് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊക്കെ അന്ന് വിറകാണ് ഉപയോഗിച്ചിരുന്നത്. ഗ്യാസ് ഒന്നും നമ്മുടെ നാട്ടിൽ വന്നിട്ടില്ല, വിറകാണ് അടുക്കളയിൽ ഉപയോഗിക്കുക. അപ്പോൾ വിറക് ഉപയോഗിക്കുന്ന സമയത്ത് അതിന് മരം കിട്ടിയിട്ടില്ലെങ്കിൽ ആളുകൾ കാട്ടിൽ കയറി മരം മുറിക്കാൻ തുടങ്ങും. അപ്പോൾ കാടിനെ സംരക്ഷിക്കണമെങ്കിൽ എന്ത് വേണം? നാട്ടിൽ തന്നെ മരം വേണം. അങ്ങനെ നാട്ടിൽ മരം വെച്ച് പിടിപ്പിക്കാനായിട്ട് തുടങ്ങിയ പദ്ധതിയാണ് സോഷ്യൽ ഫോറസ്ട്രി പ്രോഗ്രാം. അപ്പോൾ ഏത് മരം നടണം? ഏറ്റവും വേഗതയിൽ വളർന്ന മരം വേണം. അങ്ങനെ ഏറ്റവും വേഗതയിൽ വളർന്ന മരം ഏതാ? അത് അക്കേഷ്യയാണ്. അങ്ങനെ നമ്മൾ ഓസ്ട്രേലിയയിൽ നിന്ന് അക്കേഷ്യ കൊണ്ടുവന്ന് നട്ടുപിടിപ്പിച്ചു. കിട്ടാവുന്ന സ്ഥലത്ത് മുഴുവൻ നമ്മളത് നട്ടുപിടിപ്പിക്കുക ചെയ്തത്. അത് പിന്നീട് വളരെ ഫ്ലോപ്പായിട്ടുള്ളൊരു പ്രോജക്റ്റായി മാറി.
അക്കേഷ്യ വലിയ തോതിലുള്ള പ്രശ്നം ഉണ്ടാക്കി. അക്കേഷ്യയിൽ മാത്രമല്ല, മറ്റ് ജീവിജാലങ്ങളിൽ കന്നുകാലികളുടെ കാര്യത്തിൽ കേരളത്തിലെ കന്നുകാലികളൊന്നും വേണ്ടത്ര പാൽ ഉൽപ്പാദിപ്പിക്കില്ല എന്നുള്ളതായിരുന്നു പരാതി. അപ്പോൾ എന്ത് ചെയ്യണം? പാൽ ഉൽപ്പാദനം കൂട്ടണം. അപ്പോൾ അതിനെന്താ വേണ്ടേ? ലോകത്തെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഏത് രാജ്യത്തെ പശുക്കളാണ്? ലോകത്തെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന പശുക്കൾ ഏത് രാജ്യത്തുള്ളവരാണ്? സ്വിറ്റ്സർലാൻഡാണ്. അതാരാ പറഞ്ഞത്? യെസ്, അതാണ് അതിൻ്റെ കറക്റ്റ് ഉത്തരം. സ്വിറ്റ്സർലാൻഡിൽ നിന്നുള്ള പശുക്കളാണ്. അപ്പോൾ സ്വിറ്റ്സർലാൻഡിൽ നിന്ന് നമ്മളെന്ത് ചെയ്തു? സ്വിറ്റ്സർലാൻഡിൽ നിന്ന് കന്നുകാലികൾ ഇവിടെ കൊണ്ടുവന്നാൽ അവർക്ക് കേരളത്തിൽ ജീവിക്കാൻ പറ്റില്ല. കാരണം കേരളത്തിൽ ചൂട് കൂടുതലാണ്, സ്വിറ്റ്സർലാൻഡിൽ തണുപ്പ് രാജ്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെന്ത് ചെയ്തു? സ്വിറ്റ്സർലാൻഡിൽ നിന്ന് കാളകളെ കൊണ്ടുവന്നിട്ട് സ്വിറ്റ്സർലാൻഡിൻ്റെ അതേ കാലാവസ്ഥയുള്ള മാട്ടുപ്പെട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ അവരെ താമസിച്ചു. മൂന്നാർ പോയവർക്ക് അറിയാം, അവിടെ വലിയ ഫാമുണ്ട്. ഈ കാളകളെയൊക്കെ അവിടെ താമസിപ്പിച്ചു. എന്നിട്ട് നമ്മൾ ആ കാളകളിൽ നിന്ന് അതിൻ്റെ ബീജം എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കേരളം മുഴുവൻ കൊണ്ടു നടന്നിട്ട് നമ്മൾ പശുക്കൾക്ക് അത് വെച്ചിട്ട് ഇൻസെമിനേറ്റ് ചെയ്യും. അന്ന് നമ്മളൊരു നിയമം ഉണ്ടാക്കി. അതായത് വിത്ത് കാളയെ വീട്ടിൽ വളർത്തുന്നത് ക്രിമിനൽ കുറ്റമാക്കി നമ്മൾ പ്രഖ്യാപിക്കുകയും ചെയ്യും. എന്ന് വെച്ചാൽ തദ്ദേശീയമായിട്ടുള്ള കാളകൾ നമ്മൾ വീട്ടിൽ വിത്ത് കാളയായിട്ട് വളർത്തിക്കഴിഞ്ഞാൽ അത് ക്രിമിനൽ ഒഫൻസായിട്ട് നമ്മൾ പ്രഖ്യാപിക്കുകയും ചെയ്യും. അങ്ങനെ എല്ലാ പശുക്കളെയും നമ്മൾ സ്വിറ്റ്സർലാൻഡിൽ നിന്നുള്ള കാളകളുടെ ബീജം വെച്ചിട്ട് ഗർഭിണികളാക്കി. അന്നാണ് കേരളത്തിൽ ആദ്യമായിട്ട് പശുക്കളിൽ സിസേറിയൻ ഓപ്പറേഷൻ തുടങ്ങുന്നത്. കാരണം ഈ കുഞ്ഞിൻ്റെ വലിപ്പം കൂടുതലാണ്, സ്വാഭാവികമായിട്ട് പ്രസവിക്കാൻ പറ്റുന്നില്ല. മണ്ണുത്തി വെറ്ററിനറി കോളേജിലൊക്കെ ബി എന്ന് പറഞ്ഞിട്ട് ഹോണൊക്കെ അടിച്ചിട്ട് പാഞ്ഞു വന്നിട്ട് പശുക്കളെ പ്രസവിക്കാൻ കൊണ്ടുവന്നൊരു കാലമുണ്ടായിരുന്നു. പക്ഷേ കുട്ടി പകുതി കേരളവും പകുതി സ്വിറ്റ്സർലാൻഡുമാണ്. അടുത്ത തലമുറയിലും ഇത് തന്നെയാണ് സംഭവിക്കുക. അപ്പോൾ എന്ത് സംഭവിച്ചു? 75% സ്വിറ്റ്സർലാൻഡും 25% കേരളമായി. അങ്ങനെ പതുക്കെ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ പശുവിനെ വളർത്തണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഇൻഷുറൻസ് വേണ്ട അവസ്ഥയായി. അതിന് കൊടുക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ള ഭക്ഷണം കൊടുക്കേണ്ട അവസ്ഥയായി. വളരെ പെട്ടെന്ന് അസുഖം വരുന്ന കാരണം വെളിപ്പുറത്തൊരു ഡോക്ടർ ഉണ്ടാവേണ്ട അവസ്ഥയായി. പശുവിനെ ഇൻഷുറൻസൊക്കെ കൊടുത്ത് ജീവിക്കേണ്ട ഒരു സംഭവമായിട്ട് മാറുകയും ചെയ്തു. ഇപ്പോൾ നമ്മൾ അതിൻ്റെ അപകടം മനസ്സിലാവുന്നത്. ഇപ്പോൾ ആളുകൾ തെരഞ്ഞു പിടിച്ചിട്ട് വെച്ചൂർ പശു എവിടെ, കാസർഗോഡ് കുള്ളൻ എവിടെയൊക്കെ അന്വേഷിച്ചപ്പോൾ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം അവർക്ക് ഇവിടെ ഈ കാലാവസ്ഥയിൽ ജീവിക്കാൻ പറ്റുള്ളൂ. ഈ കഴിഞ്ഞ വേനലിൽ ധാരാളം ഉരുക്കളാണ് ചൂട് കാരണം മരിച്ചുപോയത്. കാരണം വലിയ ചൂടായിരുന്നു ഈ വർഷത്തെ. 2024 ചൂട് ഒരു വർഷം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. നമ്മുടെ ദേഹത്ത് തട്ടിയ ചൂടാണ്, വേർത്ത് കുളിച്ചത് ഈ വർഷമാണ്. ആ സമയത്ത് പിടിച്ചു വെക്കാൻ പറ്റാത്ത ധാരാളം കന്നുകാലികൾ മരിച്ചുപോയി. നമ്മുടെ കാലാവസ്ഥയായിട്ട് അവർക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു ഉദ്ദേശം കൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് വളരുന്ന മരം എന്നുള്ള നിലയ്ക്ക് കൊണ്ടുവന്നതാണ് അക്കേഷ്യ. ഇതാണ് അതിൻ്റെ സാമ്പത്തിക നഷ്ടം. വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ അധിനിവേശ സസ്യങ്ങളും അധിനിവേശ ജീവജാലങ്ങളും കൊണ്ടുണ്ടാക്കുന്ന സാമ്പത്തിക നഷ്ടം വലിയ തോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. ഇത് കബുമ്പ എന്ന് പറയുന്ന കുറുവാലി എന്ന് പേരിട്ട് വിളിക്കുന്ന ഒരു സസ്യമാണ്. ഇത് വന്നത് അക്വേറിയത്തിൽ ഇടാൻ വേണ്ടിയിട്ടാണ്. അക്വേറിയത്തിൽ മത്സ്യങ്ങളെ വളർത്തുന്ന സമയത്ത് അതിൻ്റെ ഒപ്പം ഇടാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. പക്ഷേ അത് അവിടെ നിന്ന് എടുത്ത് പുറത്ത് കളഞ്ഞു. അത് നമ്മുടെ തോടുകളിലൊക്കെ വരാൻ തുടങ്ങി. കോവിഡ് ലോക്ക്ഡൗൺ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ആ സമയത്ത് കോഴിക്കോട് പട്ടണത്തിനോട് ചേർന്ന് തന്നെയുള്ള ഒരു സ്ഥലമുണ്ട്, കവലപ്പാണ്ടി എന്നൊരു സ്ഥലമുണ്ട്. കവലപ്പാണ്ടിയിലുള്ള ഒരു കനാലുണ്ട്. ആ കനാല് പെട്ടെന്ന് ഒരു ദിവസം കംപ്ലീറ്റ് പിങ്ക് നിറയായിട്ടൊന്ന് മാറി. ഇത് കണ്ടോ, ഒരു കനാല് മൊത്തം പിങ്ക് കളർ. ആളുകൾ അത് കാണാനൊക്കെ വരാൻ തുടങ്ങി. ലോക്കൽ ടൂറിസമൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ആളുകൾ അവിടെ അത് കാണാൻ വരും. വെഡ്ഡിങ് ഷൂട്ടൊക്കെ തുടങ്ങി. ഇതിൻ്റെ നടുക്ക് കൊണ്ടുവന്ന് വലിയ മറ്റേ ചെരുവൊക്കെ ഇട്ടിട്ട് അതിൻ്റെ അത് വരനും മധുവൊക്കെ ഇരുന്ന് ഫോട്ടോഷൂട്ട് പരിപാടിയൊക്കെ അവിടെ സ്റ്റാർട്ട് ചെയ്തു. അതിനിടയ്ക്ക് കുറച്ച് പേര് കച്ചവടം തുടങ്ങി. കുറച്ചെണ്ണം പിടിച്ചിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് 10 രൂപ പറഞ്ഞിട്ട് വിൽക്കാനും തുടങ്ങി. ആളുകൾ വാങ്ങിച്ചുകൊണ്ട് പോകാൻ തുടങ്ങി. അന്ന് നമ്മളവിടെ പോയിട്ട് ആദ്യം ചെയ്തത് ദയവ് ചെയ്ത് ഇവിടുന്ന് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകല്ലേ എന്ന് പറയുകയായിരുന്നു. ഇതിൻ്റെ പ്രത്യേകത ഇത് വെള്ളത്തിലാണ് വളരുക. പക്ഷേ വെള്ളത്തിലുള്ള അധിനിവേശ സസ്യങ്ങൾ കുളവാഴയായാലും ശരി, ആഫ്രിക്കൻ പായലായാലും ശരി, വെള്ളത്തിൽ ഒഴുകി നടക്കുന്ന ചെടികളാണ്. അങ്ങനെ മുകളിൽ മുഴുവൻ കുളവാഴ ഉള്ളപ്പോൾ പോലും താഴെയുള്ള വെള്ളത്തിന് ഒഴുകാൻ പറ്റിയിരുന്നു. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് താമര പോലെയാണ്, ആമ്പല് പോലെയാണ്. താഴെ നിന്ന് വളർന്ന് മുകളിലേക്ക് വന്നിട്ട് മുകളിൽ പൂവായിട്ട് നിൽക്കുന്ന ചെടിയാണ്. നിറയെ വന്നു കഴിയുമ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ അടിയിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ സിലിണ്ടർ പോലെ ഇതിൻ്റെ ആ തണ്ടുകൾ കാണാം. വെള്ളത്തിന് ഒഴുകാൻ പറ്റാത്ത അവസ്ഥയാണ് ഉണ്ടാവുക. അടുത്ത് ഓരോ രാജ്യത്തെയും അധിനിവേശ സസ്യങ്ങൾ കൊണ്ടുണ്ടായിട്ടുള്ള സാമ്പത്തിക നഷ്ടമാണ് ഇതിനകത്ത് കാണിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ, വായിക്കാൻ പറ്റുന്നുണ്ടോ?
അതിൻ്റെ ആക്ച്വൽ ഫിഗറിനേക്കാൾ പ്രധാനം വലിയ തോതിൽ സാമ്പത്തിക പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയാം. അടുത്ത് ഇത് നമുക്കറിയാം കുളവാഴയാണ്, നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. കുളവാഴ വന്നത് വേറൊരു വഴിക്കാണ്. ഇതും തെക്കേ അമേരിക്കയിലുള്ള ചെടിയാണ്. ഒരിക്കൽ വടക്കേ അമേരിക്കയിൽ വലിയൊരു പ്രദർശനം നടക്കാനുണ്ടായി. ആ പ്രദർശനത്തിൽ ഇതിനെ പ്രദർശിപ്പിക്കാൻ വെച്ചിരുന്നു. ഇതിന് പൂ കാണാൻ നല്ല രസമാണ്. സ്റ്റോക്കായിട്ട് വന്നിട്ട് നല്ല രസമായിട്ട് ഉയർന്നു നിൽക്കുന്ന പൂവാണ്, വെള്ളത്തിൻ്റെ മുകളിൽ നിൽക്കുന്നുണ്ടാവും. ആ പൂ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും അലങ്കാര സസ്യമായിട്ട് കൊണ്ടുപോയതാണ്. ഇപ്പം നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയായി. ആലപ്പുഴയിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ ബോട്ട് പോകാൻ പോലും ബുദ്ധിമുട്ടാവുന്ന അവസ്ഥയിലേക്കായി. മീൻ പിടിക്കണമെങ്കിൽ ഇതിനെ ആദ്യം വകഞ്ഞു മാറ്റിയിട്ട് കുറച്ച് സ്പേസ് ഉണ്ടാക്കിയിട്ട് വേണം അത് ഇടാനായിട്ട്. രസകരമായിട്ടുള്ള പല ഇൻട്രാക്ഷനും മനുഷ്യരും ഇത് തമ്മിലുണ്ട്. ആലപ്പുഴയിലെ സെൻറ്റ് ജോസഫ് കോളേജിലെ കുട്ടികൾ ഇതിനെക്കുറിച്ച് പഠിക്കാൻ പോയപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, മനുഷ്യരും ഈ സസ്യവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കും. അപ്പോൾ അവർ പോയി അന്വേഷിച്ച് തിരിച്ചു വന്നപ്പോൾ അതിൽ ഒരു കുട്ടി പറഞ്ഞു, എൻ്റെ അമ്മൂമ്മ വീട്ടിലൊരു ചെറിയ കുളമുണ്ട്, അധികം ആഴമൊന്നുമില്ല, പക്ഷേ അത് മീനൊക്കെ ഉണ്ട്, ഒരു ചെറിയ കുളമുണ്ട്. അപ്പോൾ അമ്മൂമ്മ അവിടെ ഈ ആഫ്രിക്ക പായൽ ഇല്ലാത്തതുകൊണ്ട് അമ്മ എവിടെയോ പോയിട്ട് ആഫ്രിക്ക പായൽ എടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ടു. ഞാൻ ചോദിച്ചതിനത് ഒരു അധിനിവേശ സസ്യത്തെ കൊണ്ടുവന്നിട്ട് അതെന്താ വെച്ച് കഴിഞ്ഞാൽ മീനിനെ പക്ഷികൾ പിടിക്കാതിരിക്കാൻ വേണ്ടി. കാരണം പക്ഷികൾ ഇതിനെ പിടിക്കാൻ വരുമ്പോൾ ഇവർക്ക് ആഫ്രിക്ക പായലുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ ഒളിച്ചിരിക്കാമല്ലോ. അപ്പം പലതരത്തിലുള്ള ഇൻട്രാക്ഷൻസ് അധിനിവേശ സസ്യങ്ങളും മനുഷ്യനും തമ്മിൽ ഉണ്ടാവുന്നുണ്ട്. അടുത്ത് ഈ ജീവിയെ കണ്ടിട്ടുണ്ട്, ആഫ്രിക്കയിൽ വെച്ചെന്നാണ് പറയാം, അക്കാറ്റിനെ ഫീലിക്ക എന്ന് പറയും. ഇത് കേരളത്തിലേക്ക് വന്നത് രസകരമായിട്ടുള്ളൊരു കഥയാണ്. കുറേ വർഷം മുന്നേ പാലക്കാടുള്ളൊരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ പേര് ഗോവിന്ദ മേനോൻ എന്നായിരുന്നു. ഗോവിന്ദ മേനോന് PhD ചെയ്യണം, ഡോക്ടറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഈ ജീവിയെ പഠിക്കാൻ തീരുമാനിച്ചു. അണ്ണാമലൈ യൂണിവേഴ്സിറ്റിയിലാണ് അദ്ദേഹം രജിസ്റ്റർ ചെയ്തത്. ഇതിനെക്കുറിച്ച് പഠിക്കാനായിട്ട്, ഇതിൻ്റെ റീപ്രൊഡക്റ്റീവ് ബയോളജിയാണ് അദ്ദേഹം പഠിക്കാനായിട്ട് ഉദ്ദേശിച്ചത്. അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പ്രത്യേക തരത്തിലുള്ള ജീവിയാണ്. നമ്മൾ സാങ്കേതിക ഭാഷയിൽ ഹെർമാഫ്രോഡൈറ്റ് എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ സമയം അത് ആണുമാണ് പെണ്ണുമാണ്, ആണിൻ്റെയും പെണ്ണിൻ്റെയും പ്രത്യുൽപാദന അവയവങ്ങൾ ഒരേ സമയം എല്ലാ ജീവികളിലുണ്ട്. അപ്പോൾ അത് പഠിക്കണം വേണ്ടിയിട്ട് പുള്ളി, അപ്പോൾ അവിടെ ഈ ജീവിയെ കിട്ടാനില്ലാത്തതുകൊണ്ട് പുള്ളി സിംഗപ്പൂരിൽ പോയിട്ട് അവിടുന്ന് കുറച്ച് ഒച്ചിനെ കളക്ട് ചെയ്ത് പാലക്കാട് കൊണ്ടുപോകും. പാലക്കാട് കൊണ്ടുവന്നിട്ട് എന്ത് പറ്റി, അച്ഛൻ മരിച്ചുപോയി. പുള്ളിക്ക് വീട്ടിൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നു, ഗവേഷണം നടത്താൻ പറ്റിയില്ല. പുള്ളി ആ സാധനം എടുത്ത് പുറത്ത് കളഞ്ഞു. അവിടെ ഒരു ഔട്ട് ബ്രേക്ക് ഉണ്ടായി. പാലക്കാട് വിക്ടോറിയ കോളേജിനോട് ചേർന്നൊരു പ്രദേശത്ത് വലിയ തോതിൽ ഒച്ച് വർദ്ധിക്കുകയും നാട്ടുകാർക്ക് വലിയ പ്രയാസമാവുകയും ചെയ്തിട്ട് അവസാനം അത് വലിയ പ്രശ്നമായി. അപ്പോൾ നമ്മൾ അന്നത്തെ കാലത്തെ പത്രം എടുത്ത് നോക്കുമ്പോൾ എന്താ അവസ്ഥ അറിയോ, ഒരു ഒച്ചിന് 1 പൈസ വെച്ചിട്ട് പാലക്കാട് അന്ന് മുനിസിപ്പാലിറ്റി കൊടുക്കാൻ തീരുമാനിച്ചു. ഒരാഴ്ച പരിപാടി നടന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നിർത്തി. കാരണം മുനിസിപ്പാലിറ്റിയുടെ പൈസ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, ആളുകൾ ചാക്കണക്കിന് ഒച്ചിനേക്കാണ് കൊണ്ടുവരുന്നത്. നിർത്തി ആ പരിപാടി. പക്ഷെ അത് പിന്നീട് അങ്ങനെ മുന്നോട്ട് പോയില്ല. അതിനുശേഷം പിന്നെ പുതിയ അധിനിവേശം സംഭവിക്കുന്നത് നമുക്ക് തടി ഇറക്കുമതി ചെയ്യുന്നതിലൂടെയാണ്. നമ്മൾ തടി സ്വാഭാവിക വനം വെട്ടിയിട്ട് വിൽക്കുന്ന പരിപാടി ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ പേര് മ്യാൻമാർ എന്നാണ്. ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും സ്വാഭാവിക വനം വെട്ടുന്നത് നിർത്തിക്കഴിഞ്ഞു. അവർ തോട്ടങ്ങൾ മാത്രമേ വെട്ടാറുള്ളൂ. പക്ഷേ ഇപ്പോഴും മ്യാൻമാർ വലിയ മരങ്ങൾ സ്വാഭാവിക വനം മുറിക്കുന്നുണ്ട്. നമ്മൾ ലോറിയിലൊക്കെ ഒരൊറ്റ പീസ് തടി മാത്രം, വലിയ ഒരു കഷ്ണം തടി മാത്രമായിട്ട് ലോറിയിൽ പോകുന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത്ര വലിയ മരങ്ങൾ. അത് കണ്ടാലറിയാം അത് വരുന്നത് ബർമയെന്നാണ്. എന്താ ബർമയുടെ പ്രത്യേകത? പട്ടാള ഭരണമാണ്. അവർ മൊത്തമുള്ള സാധനം കച്ചവടമാക്കിക്കൊണ്ടിരിക്കുക. ആ രാജ്യമായിട്ട് നിൽക്കണമെന്നോ അവിടുത്തെ വിഭവങ്ങൾ സംരക്ഷിക്കണമെന്നോ ഒരു താല്പര്യം ആർക്കും ഇല്ല. അത് കച്ചവടമാക്കാണ്. മ്യാൻമാറിൽ നിറയെ ഒച്ചുണ്ട്. അതുകൊണ്ട് അവിടുന്ന് തടി കയറ്റുമതി ചെയ്യുമ്പോൾ ആ തടിയോടൊപ്പം ഒച്ച് മറ്റു പല രാജ്യങ്ങളിലേക്ക് വരുന്നുണ്ട്. എറണാകുളത്ത് വരുന്ന ആ തടിയെല്ലാം സൂക്ഷിച്ച് വെക്കുന്നത് എറണാകുളത്ത് വില്ലിംഗ്ടൺ ഐലൻഡ് എന്ന് പറയുന്ന സ്ഥലത്താണ്. വില്ലിംഗ്ടൺ ഐലൻഡിൽ നിറയെ ഒച്ചായി. അവിടെ ലൈൻ ക്വാർട്ടേഴ്സുകൾ ഉണ്ടായിരുന്നു. പോർട്ടിൻ്റെയും റെയിൽവേയുടെയും ലൈൻ ക്വാർട്ടേഴ്സ്. ആളുകൾക്ക് ഒഴിഞ്ഞു പോകേണ്ടി വന്നു അവിടുന്ന്. അവർക്ക് താമസിക്കാൻ പറ്റാതെ. കാരണം ഇത് വന്ന് കയറിയാൽ ഇവിടെ കുഴപ്പം എന്താ വെച്ചാൽ ഇതിന് ഈ തോടുണ്ടല്ലോ, ആ തോട് ഉണ്ടാക്കണമെങ്കിൽ ധാരാളമായിട്ട് കാൽഷ്യം ആവശ്യമുണ്ട്. കേരളത്തിലെ മണ്ണിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കേരളത്തിലെ മണ്ണിൽ കാൽഷ്യം വളരെ കുറവാണ്. അതുകൊണ്ട് എന്താ ചെയ്യുക, ഇവർ മണൽ തിന്നും, കുമ്മായം തിന്നും, സിമെൻറ്റ് തിന്നും, കിട്ടാവുന്ന സ്ഥലങ്ങളൊക്കെ. അപ്പോൾ ഭിത്തികളിൽ നിന്നൊന്നും ഇവർ മാറില്ല, വീട്ടിനകത്തേക്ക് കയറി വരും. അടുക്കളയിലൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ അത് കണ്ടാൽ അറപ്പാവുന്നതുകൊണ്ട് ഭക്ഷണം പോലും ഉണ്ടാക്കാൻ പറ്റില്ല. തിരുവനന്തപുരത്ത് ചാല എന്ന് പറയുന്ന സ്ഥലത്ത് അവർ ഇതെല്ലാം അടുക്കളയെല്ലാം അടച്ചു കൂട്ടിയിട്ട് ഒറ്റ അടുക്കളയാക്കി. ആ പ്രദേശത്ത് എല്ലാവരും കൂടി ചേർന്ന് ഒരു സ്ഥലം മാത്രം ഒച്ച് കയറാതെ സൂക്ഷിച്ച് അവിടെ മാത്രം ഭക്ഷണം ഉണ്ടാക്കി എല്ലാവരും കഴിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. അതിനകത്ത് ജീവിക്കുന്ന 2 വിരകളുണ്ട്, നെമറ്റോഡ്സ് എന്ന് വിളിക്കുന്ന. നിമാവിര എന്ന് പറയുന്ന വിരയുണ്ട്.
ആ വിര മനുഷ്യൻ്റെ അകത്തെത്തി കഴിഞ്ഞാൽ അത് പ്രശ്നമായിട്ടുണ്ട്. കേരളത്തിൽ ഏകദേശം ഒരു 8ഓളം കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഏറ്റവും ആദ്യത്തെ കേസ് ഒരു ജഡ്ജിൻ്റെ വൈഫായിരുന്നു. അവർ ഡോക്ടറായിരുന്നു എറണാകുളത്ത്. അപ്പോൾ ഇത് കുറേ കഴിഞ്ഞിട്ടാണ് അദ്ദേഹം എന്നെ കണ്ടിട്ട് ഈ കഥ എന്നോട് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ പുള്ളി വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഭാര്യ ഡോക്ടറാണ്. ഡോക്ടർ തലവേദന വന്നു, തലവേദന മാറുന്നേ ഇല്ല. അവർ എറണാകുളത്തുള്ള സംവിധാനങ്ങളൊക്കെ നോക്കിയിട്ട് പറ്റാത്തതുകൊണ്ട് അവർ നേരെ തിരുവനന്തപുരത്ത് പോയിട്ട് ശ്രീചിത്ര ആണ് അന്ന് കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ഹോസ്പിറ്റൽ. അവിടെ അഡ്മിറ്റ് ആയിട്ട് നോക്കുകയാണ് എന്താ ചെയ്യാമെന്ന്. പക്ഷെ ഇവർക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല എന്താ കാരണമെന്ന്. അവിടെ ഹോസ്പിറ്റലിൽ ഒബ്സർവേഷനിൽ നിൽക്കുകയാണ്. അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് ഒരു ദിവസം പെട്ടെന്ന് അവരുടെ കണ്ണിൻ്റെ മുന്നിൽ ഒരു വര കാണാൻ തുടങ്ങി, ഒരു ഹെയർ ലൈൻ. നോക്കുമ്പോൾ അത് ഈ വരയാണ്. സർജറി ചെയ്ത് അതെടുത്ത് മാറ്റിയിട്ടാണ് പിന്നെ അവർ തലവേദന മാറുന്നത്. ഇത് വര മാത്രമല്ല, വര എത്തിക്കഴിഞ്ഞാൽ അത് പോവുക തലച്ചോറിലേക്കാണ്. തലച്ചോറിൽ എത്തിക്കഴിഞ്ഞാൽ അത് വിസർജിക്കുന്ന കെമിക്കൽസും കൂടി ചേർന്ന് തലച്ചോറിന് ഡാമേജ് ഉണ്ടാവും. ഇതാണ് അതിൻ്റെ പ്രശ്നം. കേരളത്തിലെ ധാരാളം പ്രത്യേകിച്ച് കുട്ടികൾ അവരത് കൈകൊണ്ടെടുത്ത് കളിക്കുകയും അപ്പോൾ ഈ വിരയുടെ മുട്ട വളരെ ചെറുതായിരിക്കും, തിരിച്ചറിയാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അത് കയ്യിൽ പറ്റിയിട്ട് കൈ കഴുകാതെ ഭക്ഷണം കഴിച്ചാൽ ഉള്ളിപ്പോയി കഴിഞ്ഞാൽ അത് അപകടമാവും. മാത്രമല്ല ഈ തലവേദന എന്നുള്ളത് പല കാരണങ്ങൾ കൊണ്ട് വരാമെന്നുള്ളത് കൊണ്ട് ഇത് പെട്ടെന്ന് തിരിച്ചറിയുകയില്ല. സാധാരണ തലവേദനയായിട്ട് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ മരുന്ന് കൊടുത്ത് വിടുകയാണ് ചെയ്യുക. കേരളത്തിലെ ഏകദേശം 243 സ്ഥലങ്ങളിൽ ഇത് പ്രശ്നമായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ആഫ്രിക്കൻ റോച്ചിൻ്റെ പ്രശ്നം. പറഞ്ഞു വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ മിന്നുന്നതെല്ലാം പൊന്നല്ല. നമ്മൾ പച്ച എന്ന് വിളിക്കുന്ന പല സാധനങ്ങളും നമ്മൾ ഭയങ്കര പച്ചയാണ്, നമ്മൾ ഭയങ്കര ഗ്രീനായിട്ടുള്ള കൺട്രി ആണെന്നൊക്കെ പറയുന്നതിനകത്തുള്ള ഏറ്റവും മുന്നിൽ നിൽക്കുന്ന കക്ഷികളെ ഒന്നും തന്നെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നവരല്ല. അതല്ല പ്രശ്നം. പക്ഷെ അവർ നമ്മുടെ നാട്ടിലുള്ള പല സസ്യങ്ങളെയും ഇല്ലാതാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഓണം വന്ന സമയത്ത്, ഓണത്തിന് പൂക്കളിടാൻ നേരത്ത് തുമ്പ എവിടെ, മുക്കുറ്റി എവിടെ എന്നൊക്കെ അന്വേഷിച്ച് പോകുന്ന സമയത്ത് ആ സ്ഥലത്ത് മുഴുവൻ നിങ്ങൾക്ക് കാണാം ആനത്തട്ടവാടിയും അതുപോലെ കമ്മ്യൂണിസ്റ്റ് വെച്ച്. അയ്യോ, കമ്മ്യൂണിസ്റ്റ് വെച്ചിൻ്റെ കാര്യം പറയാൻ പറ്റുപോയി. അത് പറയാതെ കഥ പൂർണ്ണമാവില്ല. കമ്മ്യൂണിസ്റ്റ് വെച്ച് അറിയാലോ അല്ലേ? ഇതിനെന്താ കമ്മ്യൂണിസ്റ്റ് വെച്ചെന്ന് വിളിക്കുന്നത്? കമ്മ്യൂണിസ്റ്റുകാർ കൊണ്ടുവന്നാ എന്താ അവർ കമ്മ്യൂണിസ്റ്റ് വെച്ചെന്ന് വിളിക്കാൻ കാരണം? എങ്ങനെ? അതെ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകം മുഴുവൻ ഞെട്ടിപ്പോയൊരു സംഭവമാണ് കേരളത്തിൽ 1957 കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വന്നത്. കാരണം ആളുകൾക്ക് മനസ്സിലായി ഇതെന്താ ഇങ്ങനൊരു സ്ഥലം, കമ്മ്യൂണിസ്റ്റുകൾ ആരെങ്കിലും വോട്ട് ചെയ്ത് അധികാരത്തിലേറ്റു. അങ്ങനെ ഒരു സംഭവം ലോകത്ത് എവിടെ നടന്നിട്ടില്ല. ആകെ അധികാരത്തിൽ വരണമെങ്കിൽ വിപ്ലവത്തിലൂടെ തന്നെ അധികാരത്തിൽ വരുള്ളൂ. അല്ലാതെ ജനങ്ങളെല്ലാവരും കൂടി എന്നാൽ പിന്നെ കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ചോട്ടെന്ന് വിചാരിച്ചിട്ട് വോട്ട് ചെയ്ത് അങ്ങനെ ഒരു പരിപാടി ലോകത്തിൽ ആ ലോകം മൊത്തം ഓടി വന്നു. BBC അടക്കമുള്ള ആളുകളോട് വന്നു, എന്താ സംഭവിക്കുന്നത്, ഇത് എന്ത് നാടാണിത് എന്നൊക്കെ അന്വേഷിക്കാനായിട്ട് ആളുകൾ വന്നു. അത്ര ഫാസ്റ്റായിട്ടാണ് കമ്മ്യൂണിസം കേരളത്തിൽ സ്പ്രെഡ് ചെയ്ത് പോകുന്നത്. അതേപോലെ തന്നെ ആണ് കമ്മ്യൂണിസ്റ്റ് പച്ചയും സ്പ്രെഡ് ചെയ്തത്. ഇത് വന്നത് എങ്ങനെയാണ്? നമുക്ക് വലിയ ദാരിദ്ര്യമുള്ളൊരു കാലം ഉണ്ടായിരുന്നു, വറുതിയുള്ള കാലം ഉണ്ടായിരുന്നു, കഴിക്കാനായിട്ട് ഭക്ഷണം ഇല്ലാതിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ ഭക്ഷണം കപ്പലിൽ ഇറക്കുമതി ചെയ്തിരുന്നു അമേരിക്കയിൽ നിന്ന്. PL 480 എന്നാണ് ആ പ്രോഗ്രാമിൻ്റെ പേര്. ഷിപ്പ് ടു മൗത്ത് പ്രോഗ്രാം എന്നാണ് കളിയാക്കി വിളിച്ചിരുന്നത്. PL 480 എന്നാണ് വിളിക്കുക. കപ്പലിൽ ഭക്ഷണം വരുന്നു, നമ്മൾ കഴിക്കുന്നു. അങ്ങനെ വന്ന സമയത്ത് ഗോതമ്പിനോടൊപ്പം കലർപ്പായിട്ട് വന്നതാണ് കമ്മ്യൂണിസ്റ്റ് പച്ചേൻ്റെ വിത്ത്. അതിവിടെ വരികയും അത് സ്പ്രെഡ് ചെയ്യുകയും ചെയ്തു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിവിടെ വരുന്ന സമയത്ത് അതിന് തിന്നുന്ന ഒന്നും ഇവിടെ ഇല്ല. ഒരു ജീവിയും നമ്മുടെ ആട് തിന്നില്ല, പശു തിന്നില്ല, ഒന്നും കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ എണ്ണത്തെ നിയന്ത്രിക്കാൻ പറ്റാതെ നന്നായി സ്പ്രെഡ് ചെയ്ത് പോയൊരു സസ്യമാണ് കമ്മ്യൂണിസ്റ്റ് വെച്ച്. അത് നല്ലൊരു ചോദ്യമാണ്. പലപ്പോഴും നമുക്ക് തോന്നും അങ്ങനെ വന്ന അധിനിവേശ സസ്യം അത് പോയില്ല, തന്നെ ഇല്ലാതായല്ലോ എന്ന് തോന്നും. പക്ഷെ സംഭവിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ അത് നിന്ന സ്ഥലത്ത് മുഴുവൻ മറ്റൊരു അധിനിവേശ സസ്യമാണ് ഇപ്പം നിൽക്കുന്നത്. അവർ തമ്മിലൊരു മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം കമ്മ്യൂണിസ്റ്റ് വന്നു, അത് വന്നതിന് ശേഷമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ലൻഡാന വരുന്നത്. അരിപ്പൂ എന്ന് നമ്മൾ പറഞ്ഞില്ലേ, കൊങ്ങിണി എന്ന് പറഞ്ഞാൽ കൊങ്ങിണിയാണ്. അപ്പോൾ കൊങ്ങിണി ചെടിക്ക് കമ്മ്യൂണിസ്റ്റ് വെച്ചതിനേക്കാൾ കരുത്തുള്ളതുകൊണ്ട് അത് അതിനെ മറികടന്ന് അത് അവിടെ ഒക്കുപ്പൈ ചെയ്തു. ഇപ്പോൾ ഉള്ള അവസ്ഥ എന്താ? ആനത്തട്ടവടി വന്നിട്ട് കൊങ്ങിണീനെ ഇല്ലാതാക്കിയിട്ട് ആ സ്ഥലം മുഴുവൻ ആനത്തട്ടവടിയാണ് ഇപ്പോൾ കൈയടക്കിയിട്ടുള്ളത്. അപ്പോൾ മത്സരം നടക്കുന്നത് മുഴുവൻ ഈ പല സമയത്തായിട്ട് വന്ന അധിനിവേശ സസ്യങ്ങൾ തമ്മിലാണ്. അല്ലാതെ നമ്മുടെ നാട്ടിലെ സസ്യങ്ങളും അവരുമായിട്ടല്ല. നമ്മുടെ സസ്യങ്ങളെല്ലാം തോൽവി സംഭവിച്ച് പുറകോട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഷീമൊക്കെ വന്ന് പക്ഷേ ഒരു അധിനിവേശ സസ്യമായിട്ട് മാറിയിട്ടില്ല. കാര്യം നമ്മൾ കൊണ്ടുവന്ന സസ്യങ്ങൾ എല്ലാവരും അധിനിവേശ സസ്യങ്ങളാവണമെന്നില്ല.
നമ്മൾ കൊണ്ടുവന്ന എല്ലാ സസ്യങ്ങളും അധിനിവേശമല്ല കേട്ടോ, അത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ കൊണ്ടുവന്ന സസ്യങ്ങളുണ്ട്, റബ്ബർ കൊണ്ടുവന്നിട്ടുണ്ട്, കശുമാവ് കൊണ്ടുവന്നിട്ടുണ്ട്, കപ്പ കൊണ്ടുവന്നിട്ടുണ്ട്, നമ്മൾ കൃഷി ചെയ്യുന്ന ധാരാളം സസ്യങ്ങൾ നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ നമ്മുടെ സഹായമില്ലാതെ വ്യാപിച്ച് പോവില്ല. നമ്മളായിട്ട് തന്നെ അതിനെ വളർത്തിയാലേ വളരുള്ളൂ, അല്ലെങ്കിൽ അതിനെ വ്യാപിക്കാൻ പറ്റില്ല. അധിനിവേശ സസ്യം നമ്മൾ വിളിക്കുന്നത് നമ്മുടെ സഹായമില്ലാതെ സ്വന്തം നിലയ്ക്ക് പ്രജനനം നടത്തുകയും വ്യാപിക്കുകയും ചെയ്താൽ മാത്രം പോരാ, അത് നമുക്ക് 3 തരത്തിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണം. ഒന്നില്ലെങ്കിൽ അത് പാരിസ്ഥിതികമായിട്ടുള്ള അപകടം ഉണ്ടാക്കണം, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള അപകടം ഉണ്ടാക്കണം, അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തെ അത് ബാധിക്കണം. അങ്ങനെ വരുമ്പോൾ ആണ് നമ്മളതിനെ അധിനിവേശ ജീവജാലം എന്ന് വിളിക്കുക. ഇതതിൻ്റെ സാമ്പത്തികാവസ്ഥയാണ്. ക്യുമുലേറ്റീവ് കോസ്റ്റ് ഓഫ് ബയോളജിക്കൽ ഇൻവേഷൻസ്. ഓരോ ഗ്രൂപ്പിൻ്റെ ഇൻവെർട്ടിബ്രേറ്റ്സിൻ്റെ വേർട്ടിബ്രേറ്റ്സിൻ്റെ എത്രയാണ് സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നതെന്നുള്ള കണക്കാണത്. മിക്കവാറും എല്ലാ അധിനിവേശ സസ്യങ്ങളും നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാം. വളരെ കുറച്ചെണ്ണം പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാം. പ്രധാനമായിട്ട് അവർ ബാധിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റീനെയാണ്, നമ്മുടെ ലൈഫിൻ്റെ ക്വാളിറ്റീനെയാണ് അവർ ബാധിക്കുക. വേണ്ടത്ര വൈവിധ്യം ഇല്ലാതാവുന്ന ഒരു ആവാസ വ്യവസ്ഥയിൽ നമ്മൾ ജീവിക്കേണ്ട അവസ്ഥയിലേക്ക് ആണ് അവർ നമ്മളെ എത്തിക്കുന്നുണ്ടാവും. അടുത്ത ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, എക്സ്റ്റിങ്ഷൻസ് 60% എക്സ്റ്റിങ്ഷൻ അത് കാരണമാവുന്നുണ്ട്. എക്കണോമിക് കോസ്റ്റ് ഓരോ സമയത്തും അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്വാളിറ്റി, മനുഷ്യൻ്റെ ക്വാളിറ്റി, ജീവിതത്തിൻ്റെ ക്വാളിറ്റിനെ 85% അത് ബാധിച്ചു കഴിഞ്ഞു. അടുത്ത് ഇതുവരെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഇൻവേസീവ് സ്പീഷീസിൻ്റെ ലിസ്റ്റാണിത്. അതിൽ ഇല്ലാതിരുന്ന്, അതായത് മഞ്ഞ നിറം കാണുന്ന സ്ഥലത്താണ് അധിനിവേശ സസ്യങ്ങൾ ഇതുവരെ വരാത്ത സ്ഥലം. ആ സ്ഥലം ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണ്? അതെല്ലാം മരുഭൂമികളാണ്. നമ്മൾ കാണുന്നത് ഏറ്റവും സഹാറ പോലെയുള്ള മരുഭൂമികൾ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും അധിനിവേശ സസ്യങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. അതെ, അല്ല, ഡെസേർട്ടും അതേപോലെ അന്റാർട്ടിക്കയും ആർട്ടിക്കിൻ്റെ ചില ഭാഗങ്ങളും. പിന്നെ ഇതിൻ്റെ ട്രെൻഡ് എന്നാണ്, ഇനി മുന്നോട്ടേക്ക് എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ കാണുന്ന മാമൽസ് ആണ്, അടുത്ത ബേർഡ്സ്, ഫിഷ്, ഇൻസെക്ട്, ക്രസ്റ്റേഷ്യൻ, മൊളസ്ക്. ഏറ്റവും താഴെ അങ്ങേറ്റത്ത് കാണുന്നതാണ് ചെടികൾ. ട്രെൻഡ് അതാണ്. നമ്മളിത് കുറയല്ല, കൂടാൻ പോവാണ്. ആൽഗയായാലും ഫംഗയായാലും എല്ലാ സ്പീഷീസിലുമുള്ള അധിനിവേശ സസ്യങ്ങളുടെ വ്യാപനം വർദ്ധിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത് ഐപ്പോമിയ എന്ന് പറഞ്ഞ ചെടിയുണ്ട്, കണ്ടിട്ടുണ്ട് ചെടി. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് തവളയെപ്പോലൊരു ചെടിയാണ്. കരയിലും ജീവിക്കും, വെള്ളത്തിലും ജീവിക്കും, 2 സ്ഥലത്തും ജീവിക്കാൻ പറ്റും. പതുക്കെ പതുക്കെ കരയിൽ നിന്ന് അത് വെള്ളത്തിലേക്ക് ഇങ്ങനെ പോകും. എന്നിട്ട് അങ്ങനെ അത് എവിടെയൊക്കെ വന്നിട്ടുണ്ടോ അവിടെയൊക്കെ മണ്ണ് അടിഞ്ഞു കൂടാൻ തുടങ്ങും. പതുക്കെ ഒരു ജലാശയത്തെ കരയാക്കി മാറ്റാനായിട്ട് അത് പ്രേരണയായി മാറുകയും ചെയ്യും. അടുത്ത് ഈ ചെടി കണ്ടിട്ടുണ്ടോ? പാർത്തീനിയം. പാർത്തീനിയം എന്ന് പറയുന്ന ചെടി കേരളത്തിലേക്ക് ഇടക്കിടയ്ക്ക് വരും, നശിച്ചു പോകും. തമിഴ്നാട്ടിലത് ഗംഭീരമായിട്ടുണ്ട്. തമിഴ്നാട്ടിൽ പച്ചക്കറിയൊക്കെ നടന്ന സ്ഥലങ്ങളിൽ ഒരു പ്രാവശ്യത്തെ ഹാർവസ്റ്റ് കഴിഞ്ഞ് അടുത്ത വിളവിടുന്നത് വരെ അവിടെ പാർത്തീനിയം കൃഷി ചെയ്യുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും. ഒരു വെള്ള പൂവായിട്ടുണ്ടാവും. തൃശ്ശൂർ ശക്തൻ മാർക്കറ്റ് എന്നിട്ട് മാർക്കറ്റ് ഉണ്ട്, അവിടെയാണ് പച്ചക്കറി തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരിക. അവിടെ എല്ലാ മാസവും പാർത്തീനിയത്തിൽ ചെടി വളർന്നു നിൽക്കുന്നത് നമുക്ക് കാണാം. കുറച്ച് കഴിയുമ്പോൾ അത് തന്നെ ഇല്ലാതാവും, കാരണം കേരളത്തിൻ്റെ കാലാവസ്ഥ അതിന് പറ്റില്ല. ബോർഡർ ഏരിയയിൽ തമിഴ്നാടോട് ചേരുന്ന പ്രദേശങ്ങളിൽ നമുക്കിപ്പോഴും പാർത്തീനിയം കാണാൻ പറ്റും. ഇതിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ ഇതിന് നമുക്ക് മനുഷ്യന് ഡയറക്റ്റായിട്ട് അലർജി ഉണ്ടാക്കുന്ന സസ്യമാണ്. നമ്മുടെ ദേഹമൊക്കെ തടിച്ച് പൊങ്ങി വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അടുത്തത് ഇത് ആഫ്രിക്കൻ പായലാണ്. നമ്മൾ അക്വേറിയത്തിലിടാൻ വേണ്ടി കൊണ്ടുവന്നിട്ട് അവിടുന്ന് പുറത്ത് ചാടിയിട്ട് ജലത്തിൻ്റെ മുകളിൽ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യും. വെള്ളത്തിന് അടിയിലേക്ക് സൂര്യപ്രകാശത്തെ കടത്തി വിടില്ല. ഇതിൻ്റെ ആയുസ് കഴിയുന്ന സമയത്ത് അത് ചത്തു കഴിയുമ്പോൾ അത് അവിടെ കിടന്ന് ദ്രവിക്കുമ്പോൾ വെള്ളത്തിലുള്ള ഓക്സിജൻ മുഴുവൻ വലിച്ചെടുക്കുകയും ചെയ്യും. അങ്ങനെ അവിടെയുള്ള മത്സ്യങ്ങൾക്ക് ശ്വാസം കഴിക്കാനായിട്ട് പറ്റാതാവുകയും ചെയ്യും. അതെ, രണ്ട് വ്യത്യസ്ത സസ്യങ്ങളാണ്. ഈ പ്രോസസ്സ് ഞാൻ നേരത്തെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അടുത്ത് ഇത് പിസ്റ്റിയ എന്ന് പറഞ്ഞപ്പോൾ ഈ ചെടി കണ്ടിട്ടുണ്ടോ? അക്വേറിയം പ്ലാന്റ് ആയിട്ട് വന്നതാണ്, പുറത്ത് കടന്നു, ഇപ്പോൾ അത് പ്രശ്നമായി മാറിക്കഴിഞ്ഞു. അടുത്ത്
നമുക്ക് അവസാനമായിട്ട് നോക്കുന്ന ഒരു കാര്യം, ഭൂമിയിലുണ്ടാവുന്ന വലിയ അക്രമങ്ങൾ, വലിയ മറ്റ് പ്രശ്നങ്ങൾ, പാരിസ്ഥിതിക ദുരന്തങ്ങൾ, അതുമായിട്ട് ഇതിനെ താരതമ്യം ചെയ്താൽ അധിനിവേശ സസ്യങ്ങൾ, അധിനിവേശ ജീവിജാലങ്ങൾ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് എത്രയാണെന്നാണ് ഇതിനകത്ത് പറയുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്ന പ്രതിഭാസം കൊടുങ്കാറ്റുകളാണ്. ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടാക്കുന്നത് ഏറ്റവും ടോപ്പിൽ കാണാം. അതിന് തൊട്ട് താഴെയുള്ളത് ജൈവ അധിനിവേശമാണ്. അതിന് താഴെ വരുന്നുള്ളൂ ഭൂകമ്പങ്ങൾ, അതിന് താഴെയുള്ളൂ പ്രളയം, അതിന് താഴെയുള്ളൂ വരൾച്ച, അതിന് താഴെയാണ് കാട്ടുതീ, അതിന് താഴെയാണ് അതിതീവ്ര ചൂട്, അതിന് താഴെയാണ് ഉരുൾപൊട്ടൽ, അതിന് താഴെയാണ് അഗ്നിപർവ്വതം, അതിന് താഴെയാണ് കീടങ്ങളുടെ ആക്രമണം, അതിന് താഴെയാണ് പലായനങ്ങൾ. അപ്പോൾ ലോകത്ത് വരാൻ പോകുന്ന ഏറ്റവും വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്ന പ്രതിഭാസമായ കൊടുങ്കാറ്റുകൾക്ക് കഴിഞ്ഞാൽ തൊട്ട് താഴെ അത്രമാത്രം പ്രാധാന്യമുള്ളൊരു വിഷയമാണ് അധിനിവേശ ജീവജാലങ്ങൾ ഉണ്ടാക്കുന്നത്. അടുത്ത് ഇത് നോഡൽ സെൻറ്റർ ഫോർ ബയോളജിക്കൽ ഇൻവേഷൻസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലുള്ള ഒരു സംവിധാനമാണ്. നമ്മൾ ചെയ്യുന്നത് 4 കാര്യങ്ങളാണ്. ഒന്ന്, ഇപ്പോൾ അധിനിവേശ സസ്യങ്ങൾ വന്ന സ്ഥലങ്ങളെ തിരിച്ചു പിടിക്കുക, അവർ മാറ്റി നമ്മുടെ സസ്യങ്ങൾ അവിടെ നട്ടുപിടിപ്പിച്ച് നേരെയാക്കുക. രണ്ടാമത്തത്, പുതിയതായിട്ട് വരുന്ന അധിനിവേശ സസ്യങ്ങളെ, അധിനിവേശ ജീവജാലങ്ങളെ കണ്ടെത്തുകയും പെട്ടെന്ന് തന്നെ അതിനെ ഇല്ലാതാക്കാൻ നോക്കുക. അത് എത്ര പെട്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നു അത്ര എളുപ്പമാണ് അതിനെ നിയന്ത്രിക്കാനായിട്ട്. മൂന്നാമതായിട്ട്, നമുക്ക് ഇത് നാട്ടിൽ ജോലി ചെയ്യുന്നതോടൊപ്പം തന്നെ പോളിസി ഉണ്ടാവേണ്ട ആവശ്യമുണ്ട്. ഇങ്ങോട്ടേക്ക് എന്ത് കൊണ്ടുവരാൻ പാടില്ല എന്നുള്ള നിയമങ്ങൾ ഉണ്ടാവേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിനുള്ള പോളിസി ഡയറക്റ്റീവ്സ് ഉണ്ടാക്കുക. നാലാമതായിട്ട്, ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ടെന്ന് എല്ലാവരോടും പറയാം, നിങ്ങളോട് പറയാം, തീരുമാനം എടുക്കുന്ന ആളുകളോട് പറയാം, അങ്ങനെ അവയർനെസ് ബിൽഡ് ചെയ്യുക. ഈ 4 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുക. നമ്മൾ NCBI ഉള്ള സ്ഥാപനം തുടങ്ങാനായിട്ടൊരു കാരണമുണ്ട്, അതുകൂടി പറഞ്ഞാൽ നിർത്താം. കോന്നി എന്ന് പറഞ്ഞ സ്ഥലം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പത്രത്തിൽ കോന്നിയിലാണ് കേരളത്തിൽ ആദ്യമായിട്ട് വലിയ തോതിൽ ആഫ്രിക്കൻ വെച്ച് വ്യാപിച്ചൊരു സ്ഥലം. കോന്നിയിൽ അത് വലിയ പ്രശ്നമായപ്പോൾ അവിടെയുള്ള ആളുകൾ നേരെ പോയിട്ട് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്ത് ഇങ്ങനൊരു സാധനം വന്ന് പ്രശ്നമാവും. അപ്പോൾ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകൾ പറഞ്ഞു അത് അഗ്രികൾച്ചർ പെസ്റ്റ് അല്ല, അപ്പോൾ നമ്മുടെ വകുപ്പിൽ വരുന്ന കാര്യമല്ല പറഞ്ഞു. അപ്പോൾ അവർ നേരെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി. അപ്പോൾ ഹെൽത്തിൽ പോയപ്പോൾ അവർ പറഞ്ഞു ഇതങ്ങനെ അസുഖം ഉണ്ടാക്കുന്ന സാധനമൊന്നുമില്ല, നമ്മുടെ വകുപ്പിൽപ്പെട്ട കാര്യമല്ല. അവർ നേരെ അവിടുന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി. ഫോറസ്റ്റുകാർ പറഞ്ഞു ഇത് കാട്ടിൽ നിന്ന് ഒന്നുമല്ലല്ലോ, ഇത് നമ്മുടെ വിഷയമല്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്, ഒരു പ്രശ്നം സമൂഹത്തിലുണ്ടായാൽ അത് ഏറ്റെടുക്കാനൊരു ഏജൻസി ഇല്ല. ഉദാഹരണത്തിന് ഞാൻ റോട്ടിൽ കൂടെ നടന്നു പോകുമ്പോൾ എൻ്റെ പോക്കറ്റ് അടിച്ച് പോയി വെക്ക്, എനിക്ക് കംപ്ലയിൻറ്റ് പറയാൻ ഒരു പോലീസ് സ്റ്റേഷൻ അവിടെ വേണമല്ലോ. പേഴ്സ് കിട്ടുമില്ല എന്നുള്ള വേറെ കാര്യം, പക്ഷേ എങ്കിലും ഒരു സംവിധാനം ഉണ്ടാവണമല്ലോ ഇത് അഡ്രസ്സ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു സംവിധാനം കേരളത്തിലില്ല എന്ന് മനസ്സിലായപ്പോഴാണ് നമ്മൾ നോഡൽ സെൻറ്റർ ഫോർ ബയോളജിക്കൽ ഇൻവേഷൻസ് സ്ഥാപിച്ചത്. അടുത്ത ഇതാണ് നമ്മൾ 2011 ചെയ്ത വർക്കാണ്. കേരളം മൊത്തത്തിൽ സർവേ ചെയ്തിട്ട് 82 അധിനിവേശ സസ്യങ്ങളെ നമ്മൾ കണ്ടെത്തി. അതിനെ നമ്മൾ പല റിസ്ക് ക്ലാസിഫിക്കേഷനിലേക്ക് കൊണ്ടുവന്ന് ഏറ്റവും ഹൈ റിസ്ക് ഉള്ളത് മീഡിയം, ലോ, ഇൻസിഫിൻ്റ് എന്ന നിലയ്ക്ക് 2013 പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. അടുത്ത് ഇത് നമ്മുടെ ഒരു വിജയകഥയാണ്. ഒരു ജീവി കേരളത്തിൽ വരികയും അത് വളരെ പെട്ടെന്ന് കണ്ടെത്തുകയും അതിനെ ഇല്ലാതാക്കി. വാക്സ് സ്കെയിൽ എന്ന് പറഞ്ഞിട്ട് പാഷൻ ഫ്രൂട്ടിലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പാലക്കാട് ധോണി ആണ് അത് ആദ്യത്തെ ഡിറ്റക്ഷൻ വരുന്നത്. സിറോപ്ലാസ്റ്റ് സെറിപ്പെഡിഫോമിസ് എന്ന് പറയുന്ന ഇത് വന്നു കഴിഞ്ഞാൽ അത് മൊത്തം ഉണങ്ങി പോവുക ചെയ്യും. പക്ഷെ നമുക്കത് വളരെ ഫാസ്റ്റായിട്ട് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റി. അത് അവിടെ തന്നെ നശിപ്പിച്ച് കളയാൻ പറ്റി. അത് പുതിയ സ്ഥലത്തേക്ക് വ്യാപിച്ചില്ല എന്ന് ഉറപ്പ് വരുത്താൻ പറ്റി. നമ്മൾ കുറേ നാൾ ക്യാമ്പയിൻ നടത്തി ഇത് ഫോട്ടോ ഒക്കെ വെച്ചിട്ട് പത്രത്തിൽ വാർത്ത കൊടുത്തിട്ട് ഇത് കണ്ടെത്തിയെങ്കിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ അത് വരാതിരുന്നു. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്കത് കണ്ടെത്തി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും.